بسم الله الرحمن الرحيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സംഘടനാ പ്രവർത്തനം ഇബാദത്താണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കുമോ ഇല്ലേ, ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞ ചില കാര്യങ്ങൾ, അവയിൽ പലതും ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടി പലപ്പോഴും വിഷയങ്ങൾ കൂട്ടിക്കലർത്തിയുള്ള അവതരണം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കുന്നത്. ഇതോടുകൂടി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് നമ്മൾ നൽകി വന്ന മറുപടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഏതാണ്ട് അൽഹംദുലില്ലാഹ് ചില വിഷയങ്ങൾ പ്രധാനപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ചില വിഷയങ്ങളാകട്ടെ, അതിൽ ഈ സമയത്ത് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടും മാത്രമല്ല, യാസർ ബിൻ ഹംസയുടെ സംസാരം ഹഫിളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സംസാരം ഈ വിഷയത്തിൽ വന്നതോടുകൂടി അൽഹംദുലില്ലാഹ് പല ആളുകൾക്കും സത്യം എന്താണ് എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ വലിയ നീണ്ട സംസാരങ്ങൾ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, നമ്മളൊരു കാലത്ത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല എല്ലാ കാലത്തും സംഘടനക്ക് മറുപടി പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനുമില്ല ഇൻഷാ അല്ലാഹ്. കാരണം ഷിർക്കിലും ഖുറാഫാത്തിലും ബിദ്അത്തുകളിലും വീണ് കിടക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ആ സമൂഹത്തെ ദഅവത്ത് നടത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ ഖലലുകൾ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദഅവ ശരിയായ രൂപത്തിൽ ഫലിക്കുകയില്ല എന്ന പേടി കൊണ്ടാണ്, എന്ന ഭയം കൊണ്ടാണ് കുറച്ചു ഗൗരവത്തിൽ സംഘടനകളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതല്ലാതെ സംഘടനയെ പുലർത്താൻ വേണ്ടിയോ മറ്റോ അല്ല. മറിച്ച് നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങൾ ശരിയാക്കിയിട്ടില്ലെങ്കിൽ, സംഘടനയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ, സംഘടന എന്നത് ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തൗഹീദി ദഅവക്ക് ഫലം കുറയും. ഇത് പണ്ഡിതന്മാർ തന്നെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നസീഹത്തോടു കൂടി തന്നെയാണ് ഈ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചത്. മാത്രമല്ല, ഇതിന്റെ സംസാരങ്ങളുടെ തുടക്കത്തിൽ പലപ്പോഴും നമ്മൾ പരസ്പരം വസിയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് നസീഹത്തില്ലാതെ, അതല്ലെങ്കിൽ ഇഖ്ലാസ് ഇല്ലാതെയാണ് ഈ വിഷയത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ ഇതിന് ഫലം കാണുകയില്ല. മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ അനേകം കക്ഷികൾ ഒരു കക്ഷിയായി മാറാൻ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമാകൂ എന്ന ഭയം പലപ്പോഴും നമ്മൾ പരസ്പരം ഇതിന്റെ രംഗത്ത് സംസാരിക്കുന്ന ആളുകളുമായി പലതവണ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ആ പേടിയുണ്ട്. ഇഖ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഇല്ലാതാക്കി കളയുമോ എന്ന പേടി നമുക്കുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരൊറ്റ വ്യക്തിയാണ് അദ്ദേഹം മരണപ്പെട്ടത് ഒരു ജയിലിൽ കിടന്നാണ്. പക്ഷേ ആ വ്യക്തിയുടെ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് നഹ്സിബുഹു കദാലിക്, നമ്മൾ അദ്ദേഹം അങ്ങനെ തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ തിന്മകൾ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം മരണപ്പെടുന്നത് ജയിലിൽ കിടന്നാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദഅവക്ക് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഫലം കാണിച്ചു കൊടുത്തു. തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമുദായത്തെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്
അദ്ദേഹം ഒരൊറ്റ വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു വലിയ രാജ്യത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സഹോദരങ്ങളെ, നമ്മുടെ ദഅവക്കും ഒരു വലിയ ലക്ഷ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖുറാഫാത്തുകൾ, ബിദ്അത്തുകൾ, ശിർക്ക്, ജാറങ്ങൾ, മഖ്ബറകൾ, ആൾദൈവങ്ങൾ, കുഫറിന്റെയും ഷിർക്കിന്റെയും അനേകം മിനാരങ്ങൾ, ഇതൊക്കെ നമുക്ക് തകർക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാനുണ്ട്. ഇതൊന്നും ബാക്കി വെക്കാതെയാണ് ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ട്, അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അവന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇല്ലാതാക്കിയിട്ടാണ് ഇവിടെ നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഫ് ശരിയാക്കുക എന്നത് ദഅവയുടെ ഈ ഷിർക്കിനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മുടെ അണികൾക്കിടയിൽ ശരിയായ സ്വഫ് ശരിയാക്കുക എന്നത് നമ്മുടെ അനിവാര്യ ബാധ്യതയാണ്. ജാലൂത്തിന്റെയും താലൂത്തിന്റെയും സംഭവം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ വഴിയിലുള്ള നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിച്ചു. അതിൽ ചില ആളുകൾ ആ വെള്ളം കുടിച്ചു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ബാക്കിയായത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല കുറച്ച് ആളുകളെ കൊണ്ട് അള്ളാഹു അവർക്ക് വിജയം കൊടുത്തു. ബദറിന്റെ രണാങ്കണം നിങ്ങൾക്കറിയാം, 313 ആളുകളാണ് അതിലുള്ളത്. പക്ഷെ അള്ളാഹു അവർക്ക് വിജയം കൊടുത്തു. ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിജയമായി അത് മാറി. അങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാഹ് ഒരൊറ്റ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൊണ്ടാണ് മുസ്ലിം സമുദായം പിൽക്കാലഘട്ടത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദത്തെ തള്ളിക്കളഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അത് സാധിപ്പിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമുക്കും ആഗ്രഹങ്ങളുണ്ട്. ഈ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കോട്ടകൾ അതൊക്കെ തകർക്കാനുണ്ട്. നമ്മുടെ പണി നമ്മളിവിടെ പരസ്പരം അടിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് പറയാവുന്നിടത്തോളം പറയുക, സാധിക്കാവുന്നിടത്തോളം തിരുത്തി നോക്കുക. തിരുത്തുന്നില്ല, തർക്കിക്കാനാണ് അതിന്റെ ആളുകൾ തയ്യാറാവുന്നതെങ്കിൽ അള്ളാഹു ഹസീബുൻ, അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കണക്ക് വെക്കുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ കാര്യങ്ങൾ വിടുകയാണ്. നമുക്ക് ശരിയാക്കാൻ വേറെ വലിയ വലിയ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനി ഇതിലെ ചർച്ചകൾ ഇടയ്ക്കെപ്പോഴെങ്കിലും സംസാരത്തിൽ കയറി വരാന്നല്ല, ഇതൊരു പ്രധാന ദഅവത്തായി എടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മുന്നേ തന്നെ നമ്മളൊക്കെ തീരുമാനിച്ചൊരു കാര്യമാണ് ഇതിന്റെ പിന്നാലെ കൂടെ. അങ്ങനെ നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് തൗഹീദി ദഅവയുമായി മുന്നോട്ട് പോകണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് സംഘടനാ പ്രവർത്തനം ഇബാദത്താണോ എന്ന വിഷയം. അതല്ലെങ്കിൽ വലിയ ചർച്ചയായ ഒരു വിഷയമാണിത്. മാത്രമല്ല, സംഘടനകളുടെ വിഷയത്തിൽ എന്താണ് നമ്മുടെ ശരിയായ നിലപാട് എന്ന് പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ തർക്കങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയത്. കാരണം ഇത്തരം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ വരെ പലപ്പോഴും പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് നമുക്ക് വ്യക്തമാക്കി തന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ പ്രവർത്തകർക്ക് വ്യക്തമായ ഈ വിഷയത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാത്തതിന്റെ കുറവാണ് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, വളരെ സങ്കടകരമായി നമുക്ക് തോന്നിയ കാര്യമാണ്, ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സംഘടനാ പ്രവർത്തനം ജായിസല്ലേ, മുബാഹല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ മുബാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ഈ പണിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. വലിയ വലിയ നേതൃത്വ രംഗങ്ങളിലൊക്കെ ഇരിക്കുന്ന നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ് ഇതൊക്കെ. സംഘടനാ വിഷയത്തിൽ പലപ്പോഴും സുബൈർ മംഗലക്കൊക്കെ മറുപടി പറയാൻ ശ്രമിച്ച ആളുകളാണ്. അവർ വരെ പറഞ്ഞത് മുബാഹ് എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളെ ഇതിന് പണിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രവർത്തകരെ ഈ വിഷയത്തിൽ വലിയ വ്യക്തമായ ഒരു നിലപാട് പഠിപ്പിക്കാൻ നേതാക്കന്മാർ തയ്യാറാവുന്നില്ല. കാരണം തങ്ങളുടെ കയ്യിലുള്ള ആള് പോകുമെന്ന പേടി ചിലർക്കെങ്കിലും ഈ വിഷയത്തിൽ ഉള്ളതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആകട്ടെ, ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ചില കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഘടനയുടെ ഹുക്മ്? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഒരു അഭിപ്രായം, സംഘടനാ പ്രവർത്തനം എന്നതിൽ സംഘടന ദഅവത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുക എന്നത് ജായിസ് ആണ് എന്നതാണ്. ഈ അഭിപ്രായത്തിലാണ് ബഹുഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരും ഇപ്പോഴുള്ളത്. അതിൽപ്പെട്ടവരായിരുന്നു ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ പല പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ്, അബ്ദുൾ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ്, അതുപോലെ തന്നെ സാലിഹ് അലി ഷെയ്ഖ്. ഈ പണ്ഡിതന്മാരൊക്കെ ഹഫദഹുമുല്ലാഹ് ഇവരൊക്കെ ഈ നിലപാട് പറയുന്ന ആളുകളാണ്. വേറൊരു വിഭാഗം ആളുകൾ
വേറൊരു വിഭാഗം ആളുകൾ സംഘടനാ പ്രവർത്തനം എന്നാൽ ഹറാമാണ്, അതല്ലെങ്കിൽ ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകളാണ്. ആ പണ്ഡിതന്മാരിൽ പെട്ടവരായി നമുക്ക് മനസ്സിലായിട്ടുള്ള ചില ആളുകളാണ് ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഈ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ജായിസാണ് എന്ന് പറഞ്ഞതായും ചില ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹം ഇത് ഹറാമാണ് അല്ലെങ്കിൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞ ആളുകളിൽപ്പെട്ടയാളാണ് ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഈ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഹഫിളഹുല്ലാഹ്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അത് ഹറാമാണ്, ബിദ്അത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് പലപ്പോഴും ശരിയാണ് എന്ന് തോന്നിയിട്ടുള്ളത് സംഘടനാ പ്രവർത്തനം എന്നത് ജായിസാണ് എന്ന അഭിപ്രായമാണ് ശരിയായി നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ള കാരണം കേവലം അതൊരു ഭൗതികമായ കാര്യമാണ്, അതല്ലാതെ ഒരു ഇബാദത്ത് എന്ന അർത്ഥത്തിൽ അതാരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മാത്രമല്ല, അതിനുള്ള കാരണമായി നമ്മൾ പറയുന്ന മറ്റു ചിലതാണ് ഈ രൂപത്തിലുള്ള തആവുൻ, പരസ്പരമുള്ള സഹകരണങ്ങൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന ആയത്തിന്റെ മൊത്തം ആശയത്തിൽ പെടുന്ന കാര്യമാണ് ഇത് എന്ന അർത്ഥത്തിലൊക്കെയാണ് പണ്ഡിതന്മാർ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം അതാണ് കൂടുതൽ ശരിയാണ് എന്ന് നമുക്കിപ്പോൾ തോന്നുന്നത്. ഇനി എന്താണ് മുബാഹ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ അഭിപ്രായം. അതല്ലാതെ ഇവിടെ ഒരു പണ്ഡിതനും നമ്മൾ ആരും പറയുന്നില്ല. പിന്നെ സംഘടനയുടെ ആളുകളും ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല സംഘടനാ പ്രവർത്തനം മുസ്തഹബാണെന്നോ വാജിബാണ് എന്നോ അതിൽ സുന്നത്താണ് എന്നോ ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ചില ആളുകളുടെ വാക്കുകളിൽ നിന്ന് സംഘടന എന്നത് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കലും അതിൽ പ്രവർത്തിക്കലൊക്കെ വാജിബാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് വരും? സംഘടനാ പ്രവർത്തനം വാജിബാണെന്ന് വരും. പക്ഷെ അവരത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് ഇരിക്കട്ടെ, സംഘടനാ പ്രവർത്തനം ജായിസാണ് എന്നത് അല്ലെങ്കിൽ മുബാഹാണ് എന്നത് നമുക്കിടയിൽ യോജിപ്പുള്ള കാര്യമാണ്. ഇനി എന്താണ് മുബാഹ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ വിഷയം. സംഘടനാ പ്രവർത്തനത്തിന്റെ ഹുക്മ്, അതിന്റെ വിധി നമ്മൾ പറയുന്നത് അത് ജായിസാണ് എന്നാണ്, അതല്ലെങ്കിൽ മുബാഹാണ് എന്നാണ്. എന്താണ് മുബാഹ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഖാദി അബൂ യഅല റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂൽ ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, വൽ മുബാഹു കുല്ലു ഫിഅലിൻ മഅസൂനിൻ ഫീഹി ലിഫാഇലിഹി. മുബാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ അനുവാദമുള്ള എല്ലാ പ്രവൃത്തിക്കും മുബാഹ് എന്ന് പറയും. ലാ സവാബ ലഹു ഫീ ഫിഅലിഹി, അത് പ്രവർത്തിക്കുന്നതിൽ അവന് യാതൊരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല. വലാ ഇഖാബ ഫീ തർക്കിഹി, അത് ഒഴിവാക്കിയാൽ അവന് യാതൊരു വിധത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷയും ലഭിക്കാൻ പോകുന്നില്ല. ഇതാണ് സംഘടനയുടെ ഹുക്മ്. സംഘടനാ പ്രവർത്തനം എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു പുണ്യം ആ സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ അത് ഒഴിവാക്കി ഒരാൾ ഞാനിപ്പോൾ നമ്മൾ സംഘടനയിൽ നിന്ന് മാറിയിരുന്നു, നമുക്ക് എന്തെങ്കിലും അല്ലാത്ത സംഘടനയിൽ നിന്ന് മാറുന്നതുകൊണ്ട് എന്തെങ്കിലും ശിക്ഷ കിട്ടാൻ പോകുന്നുണ്ടോ? ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഹുക്മ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളല്ല. അതിന്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരുവിധ ചോദ്യം ചെയ്യലും അള്ളാഹുവിന്റെ അടുക്കൽ നേരിടേണ്ടി വരില്ല. പിന്നെ അതേസമയം ചില ആളുകൾ പറയാ സംഘടനയുടെ പിന്നെ സത്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളൊപ്പം നിൽക്കണം എന്ന് പല ആളുകളും പറയുന്നുണ്ടല്ലോ. അതിന് സംഘടനാ പ്രവർത്തനം നിർബന്ധമൊന്നുമില്ല. സത്യത്തിന്റെ ആളുകളുടെ ഒപ്പം നിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സത്യത്തിന്റെ ആളുകളെ ഒപ്പം നിന്നാൽ മതി. അതിന് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണോ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നോ യാതൊരു നിർബന്ധമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം 1300 വർഷക്കാലത്തോളം മുസ്ലിങ്ങൾ പരസ്പരം സഹകരിച്ചിട്ടുണ്ട്. അന്ന് സംഘടന ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ പരസ്പരം സഹകരിക്കാൻ പറ്റുള്ളൂ എന്ന ചിന്ത തന്നെ ബാത്തിലാണ്. അത് നിരർത്ഥകമാണ്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ഹുക്മ് മുബാഹ് അല്ലെങ്കിൽ ജായിസ്, അനുവദനീയം എന്നതാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു അടിസ്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാം ദീനിൽ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ 2 ഖാഇദകളുണ്ട്, 2 അടിസ്ഥാനങ്ങൾ. ഈ 2 അടിസ്ഥാനങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ നല്ല എല്ലാ വിഷയത്തിലും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന 2 അടിസ്ഥാന നിയമങ്ങളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പലയിടത്തും ഈ വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ 2-ാം വാള്യം 582-ാമത്തെ പേജ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അഅ്മാലുൽ ഖൽഖി തൻഖസിമു ഇലാ ഇബാദാത്ത് വ ഇലാ ആദാത്ത്.
മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടായി നിനക്ക് വേർതിരിക്കാൻ സാധിക്കും. ഒന്ന് ഇബാദത്തുകൾ, തൻഖസിമു ഇലാ ഇബാദത്ത്. ഒന്നാമത്തേത് ഇബാദത്തുകളാണ്. യത്തഖിദൂനഹ ദീനൻ, മതപരമായ കാര്യമായി അവർ കൊണ്ടു നടക്കുന്നതാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. യൻതഫിഊന ബിഹാ ഫിൽ ആഖിറ ഔ ഫിദ് ദുനിയ വൽ ആഖിറ. ഇബാദത്തുകൾ കൊണ്ട് അവർക്ക് ആഖിറത്തിൽ ഉപകാരമുണ്ട്, അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഔ ഫിദ് ദുനിയ വൽ ആഖിറ, അതല്ലെങ്കിൽ ചിലപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും. ചില ഇബാദത്തുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലും ഉപകാരം കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പല ഇബാദത്തുകളും ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശാരീരികമായ സൗകര്യങ്ങൾ, പക്ഷെ അത് ഇബാദത്ത് കൂടിയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും, അതിന്റെ ഒപ്പം ദുനിയാവിലും അതുകൊണ്ട് ഉപകാരമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളുടെ പ്രത്യേകത യത്തഖിദൂനഹ ദീനൻ, അത് അവർ ദീനായിക്കൊണ്ട് നടക്കുന്നതായിരിക്കും. മാത്രമല്ല അവർക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന കാര്യമാണ് ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് വഇലാ ആദാത്തിൻ യൻതഫിഊന ബിഹാ ഫീ മആയിഷിഹിം. രണ്ടാമത് പ്രവർത്തനങ്ങൾ, സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ വിഭാഗം ആദത്തുകളാണ്. ആദത്ത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിതചര്യകൾ, ജീവിതശീലങ്ങൾ, അല്ലെങ്കിൽ ജീവിത മുആമലാത്ത് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, പരസ്പരമുള്ള ഇടപാടുകൾ, കൈമാറ്റങ്ങൾ. യൻതഫിഊന ബിഹാ ഫീ മആയിഷിഹിം, അവരുടെ ദുന്യവിയായ കാര്യങ്ങൾക്ക് അവരതുകൊണ്ട് ഉപകാരമെടുക്കുന്നു. അപ്പൊ ഒന്ന് ഇബാദത്തുകളാണ്. ഇബാദത്ത് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന. ആദത്തുകൾ അത് ദുന്യവിയായ, കേവലം ദുന്യവിയായ കാര്യങ്ങളാണ്. ഫൽഅസ്ലു ഫിൽ ഇബാദാത്തി അല്ലാ യുശ്റഅ ഫീഹാ ഇല്ലാ മാ ശറഅഹു അല്ലാഹ്. ഇബാദത്തുകളിലെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ അള്ളാഹു നിയമമാക്കാത്തതല്ലാത്ത ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇബാദത്ത് ഒരൊറ്റ ഇബാദത്തും അള്ളാഹു പറയാത്ത ഒരു കാര്യം ഇബാദത്തായിട്ട് കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞിരിക്കണം, അതാണ് അതിന്റെ അടിസ്ഥാനം. അള്ളാഹു ഖുർആൻ നിസ്കാരം എന്തുകൊണ്ടാണ് ഇബാദത്തായത്? അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. സുബ്ഹിസ്കാരം 2 റക്അത്തായത് എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. വൽ അസ്ലു ഫിൽ ആദാത്തി അല്ലാ യുഹ്ബറ മിൻഹാ ഇല്ലാ മാ ഹദറഹു അല്ലാഹ്. എന്നാൽ ആദത്തുകളിൽ, ഭൗതിക കാര്യങ്ങളിൽ, കേവലം ഭൗതികമായ ഇടപാടുകൾ, മനുഷ്യരുടെ ജീവിതചര്യകൾ, ഇതിലുള്ള അടിസ്ഥാനം അല്ലാ യുഹ്ബറ മിൻഹാ ഇല്ലാ മാ ഹദറഹു അല്ലാഹ്. അള്ളാഹു ഹറാമാക്കിയതല്ലാത്ത ഒന്നും അതിൽ ഹറാമാക്കാൻ പാടില്ല. അള്ളാഹ് ഹറാമാക്കിയാൽ മാത്രമേ ദുന്യവയായ ഒരു കാര്യം നമുക്ക് ഹറാമാക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് സ്വർണത്തിന്റെ വള ധരിക്കല് കേവലം ഭൗതികമായ ഒരു കാര്യമാണ്, പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ആണുങ്ങൾക്ക് ഹറാമാണ് എന്ന് പറയണം. പക്ഷെ അള്ളാഹ് ഹറാമാക്കിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഹറാമാണ് എന്ന് പറയാനുള്ള അവകാശമില്ല. അപ്പോൾ ദുന്യവിയായ കാര്യങ്ങൾ, കേവലം ദുന്യവിയായ വിഷയങ്ങളാണെങ്കിൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കാതെ നമുക്ക് ഹറാമാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ഈ വിഷയം എപ്പോഴാണ് ബന്ധപ്പെടുന്നത്? സംഘടനാ പ്രവർത്തനം എന്നത് ഒരു ഇബാദത്തായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ കൽപ്പന തന്നെ വരണം. അതല്ല കേവലം ദുന്യവിയായ ഒരു കാര്യമാണെങ്കിൽ അത് ജായിസാണ്. ഈ അർത്ഥത്തിലാണ് പണ്ഡിതന്മാരിന്റെ ശുറൂത്ത് എണ്ണിയപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഇബാദത്ത് എടുക്കാനായിട്ട്, ഇത് ഇബാദത്തായി എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. പക്ഷെ ആളുകൾ അതിന്റെ മേലക്ക് വരെ കയറി. ഇത് നമുക്കിടയിൽ യോജിപ്പുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവരും പറഞ്ഞിരുന്ന വിഷയമാണിത്. ദുബൈർമങ്കടൊക്കെ ഈ വിഷയം എടുത്ത് സംഘടനാ പ്രവർത്തനം ബിദഅത്താണെന്ന് പറയാൻ ഒരു കാരണമായിട്ട് കൊണ്ടുവന്നത് സംഘടനാ പ്രവർത്തനം ഇബാദത്താണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് എന്നതാണ്. അന്ന് നമ്മളൊക്കെ ഒരുമിച്ച് പറഞ്ഞ കാര്യമാണ്. സംഘടനാ പ്രവർത്തനം എന്നത് ഞങ്ങൾ ഇബാദത്തായി കാണുന്നില്ല. അത് കേവലം ദുന്യവിയായ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ സംഘമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ രജിസ്റ്റർ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം ഈ രൂപത്തിൽ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രവർത്തനമായിട്ട് നടക്കൂലായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ മറുപടി പറഞ്ഞ ആളുകളുമാണ്. പക്ഷെ അല്ലാഹു ആലം ഇപ്പോൾ ആ മറുപടികളൊക്കെ ഇല്ലാതാവുകയും അവയുടെ സ്ഥാനത്ത് നമ്മൾ ഇന്നലകൾ നിഷേധിച്ച കാര്യം തന്നെ ഉണ്ടാവുകയും ചെയ്തു. അല്ലാഹുൽ മുസ്തആൻ വ ഇലൈഹി തുക്ലാൻ. ഇനി ഇതിനുള്ള തെളിവുകൾ എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയാണ്, അൽ ഖവാഇദു നൂറാനിയ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കാണാം, വലിഹാദാ കാന അഹ്മദ് വഗൈറുഹു മിൻ ഫുഖഹാഇ അഹ്ലിൽ ഹദീസ് യഖൂലൂൻ ഇന്നൽ അസ്ല ഫിൽ ഇബാദത്തി അത്തൗഖീഫ്. ഇമാം അഹ്മദും അതുപോലെ തന്നെ അഹ്ലുൽ ഹദീസിന്റെ ഫുഖഹാക്കളിൽപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകളും ഇക്കാരണത്താലാണ് അവർ പറഞ്ഞിരുന്നത് ഇന്നൽ അസ്ല ഫിൽ ഇബാദത്തി അത്തൗഖീഫ്.
ഇബാദത്തുകളിലുള്ള അടിസ്ഥാനം തൗഖീഫാണ്. തൗഖീഫ് എന്ന് പറഞ്ഞാൽ ഖുർആനോ ഹദീസോ വരണം. ഉദാഹരണത്തിന് അസ്മാഉല്ലാഹി തൗഖീഫിയ എന്ന് നമ്മൾ പറയാറുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ തൗഖീഫിയാണ്. തൗഖീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിലൊരു കാര്യവും പറയാൻ പറ്റൂല. അള്ളാഹ്ക്ക് ഒരു നാമുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞു തരണം. സമീ അള്ളാഹുവിന്റെ നാമാണ്, അത് അള്ളാഹു തന്നെ പറയണം. അത് നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ ബുദ്ധിക്ക് യാതൊരുവിധ വകുപ്പില്ലാത്ത വിഷയമാണ് തൗഖീഫിയായ വിഷയങ്ങൾ. അപ്പൊ ഇബാദത്തുകൾ ഇന്നൽ അസ്ലത്തുൽ ഇബാദത്ത് തൗഖീഫ്, ഇബാദത്തുകളുടെ അടിസ്ഥാനം തൗഖീഫാണ് എന്ന് പറഞ്ഞാൽ പ്രമാണം വരിക എന്നതുവരെ അതിലൊന്നും ചെയ്യാൻ പാടില്ല. ഫലാ യുശ്റഉ മിൻഹാ ഇല്ലാ മാ ശറഅഹു അല്ലാഹ്, അല്ലാഹു നിയമമാക്കിയതല്ലാതെ അതിൽ നിയമമാക്കാൻ പാടില്ല. വഇല്ലാ ദഖൽനാ ഫീ മഅനാ ഖൗലിഹി തആല, അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തിൽ അല്ലാഹു ആക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടും. ഏതാണ് ആയത്ത്? അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്സൻ ബിഹില്ലാഹ്, അല്ലാഹു അനുമതി കൊടുക്കാത്തത് ദീനായി പഠിപ്പിക്കുന്ന ഏതെങ്കിലും പങ്കുകാർ അവർക്കുണ്ടോ എന്ന് അള്ളാഹു ചോദിച്ച ആ ആളുകൾ നമ്മളും പെട്ടുപോകും. അള്ളാഹ് അനുമതി കൊടുക്കാത്തത് ഇബാദത്തായി പഠിപ്പിക്കുന്ന, ഇബാദത്തായി നിശ്ചയിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള പങ്കുകാർ അവർക്ക് ആരാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതിൽ ആ ആക്ഷേപത്തിൽ നമ്മളും പെട്ടുപോകും. അപ്പൊ ഇബാദത്തിൽ അള്ളാഹ് പറയുന്നത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനുള്ള അടിസ്ഥാനം ഈ ആയത്താണ്. ദീനിൽ ഒന്നും അള്ളാഹു പറയുന്നത് വരെ ഉണ്ടാക്കാൻ പാടില്ല. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ അടുത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യവും ദീനാണ്. അതിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറമേ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. വൽ ആദാതു അൽ അസ്ലു ഫീഹ അൽ അഫ്വു, എന്നാൽ ആദത്തുകളുടെ വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനം വിട്ടുവീഴ്ച ചെയ്യലാണ്. എന്നാൽ എല്ലാം അനുവദനീയമാണ്. ഫലാ യുഹ്ദറു മിൻഹാ ഇല്ലാ മാ ഹറമ, അള്ളാഹു ഹറാമാക്കിയതല്ലാതെ അതിലൊന്നും ഹറാമാക്കാൻ പാടില്ല. വഇല്ലാ ദഖൽനാ ഫീ മഅനാ ഖൗലിഹി തആല, അള്ളാഹു അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു പറഞ്ഞവർ നമ്മൾ ഉൾപ്പെടുക. എവിടെയാണ് ആക്ഷേപിച്ചത്? അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്ന റിസ്ഖിൽ, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്ന ഉപജീവനത്തിൽ നിങ്ങൾ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാല, നിങ്ങൾക്ക് തോന്നിയത് ഹറാം, നിങ്ങൾക്ക് തോന്നിയത് ഹലാലി എന്നാക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു പറഞ്ഞവരിൽ നമ്മളും ഉൾപ്പെടും എന്ന ആയത്തിൽ നമ്മൾ പെടും. ഇത് നിങ്ങൾ പഠിക്കേണ്ട, ഇനിയിപ്പോൾ സംഘടനാ പ്രവർത്തി യോജിക്കാത്ത ആൾക്കാരാണെങ്കിൽ യോജിച്ചവരാണെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ നിയമമാണിത്. ഇതിനി ഹിസ്ബിയത്തും ദാസുബൊന്നും കാണിക്കണ്ട, എല്ലാവർക്കും പഠിക്കാനുള്ള നിയമമാണ് ഇത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. ഇബാദത്തായി നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടോ അത് അള്ളാഹ് പഠിപ്പിച്ചായിരിക്കണം, റസൂൽ പഠിപ്പിച്ചായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല ദുന്യവിയായ കാര്യമാണോ അള്ളാഹു ഹറാമാക്കി എന്ന് ബോധ്യപ്പെടുന്നത് വരെ അത് അനുവദനീയമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് നാളെ എന്ത് ചെയ്യരുത്, നാളെ ഇനി പോയിട്ട് എല്ലാ ഇബാദത്തും ചെയ്യാതിരിക്കണം എന്നല്ല. അതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ തഖ്ലീദ് വരേണ്ടി വരും എന്ന് പറയുന്നത് ഇതാണ്. അവർക്ക് എല്ലാ വിഷയത്തിലും തെളിവ് കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ആൾക്കാർ ചെയ്തനുസരിച്ച്, അറിവുള്ള ആളുകൾ ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ അവർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇനി നാളെ പോയിട്ട് നിസ്കരിക്കാനുള്ളതിന്റെ തെളിവ്, അല്ലെങ്കിൽ നിസ്കാരം സുബഹിസ്കാരം 2 റക്അത്താണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ സുബഹിസ്കരിക്കണില്ല എന്ന് പറയരുത്. മറിച്ച് പഠിക്കണം, ദീന്റെ വിഷയങ്ങൾ പഠിക്കണം. അതല്ലാത്ത പഠിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് പണ്ഡിതന്മാരെ ചില വിഷയങ്ങളിൽ തഖ്ലീദ് ചെയ്യേണ്ടി വരും, അവർക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരെ. അതേസമയം ഇനിയിപ്പോൾ നാളെ പോയിട്ട് എല്ലാ ദുന്യവിയായ കാര്യം ഹലാലാക്കേണ്ട, അള്ളാഹ് ഹറാമാക്കിന്ന് കാണുന്നവരെ ചെയ്യാന്നാണല്ലോ മുപ്പര് പറഞ്ഞ്. അപ്പൊ ഇനി എല്ലാ കാര്യവും ചെയ്യാനും വിചാരിക്കണ്ട. അതിലൊക്കെ പണ്ഡിതന്മാരോട് ചോദിക്കണം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പണ്ഡിതന്മാർ ചോദിക്കണം, ഇതിലെല്ലാം ഹറാമും വന്നിട്ടുണ്ടോ, ഇത് അനുവദനീയാക്കാതെ ഇരുന്നിട്ടുണ്ടോ. ഉദാഹരണത്തിന് കച്ചവടത്തിന്റെ കാര്യം, അള്ളെല്ലാം അനുവദനീയാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാ കച്ചവടം ചെയ്യാൻ നിൽക്കണ്ട. മറിച്ച് പണ്ഡിതന്മാരോട് അന്വേഷിക്കണം, ഈ വിഷയത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അവർക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കണം. പക്ഷെ ഇതൊരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മാത്രമല്ല, ദുനിയാവിൽ ഒരു കാര്യം അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഷെയ്ഖ് അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാഹ്, മുഹദ്ദിസുകളുടെ ഈ അടുത്ത കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരിൽ മുഹദ്ദിസുകളിൽ പ്രമുഖനാണ് അദ്ദേഹം. ഇമാം അഹ്മദിന്റെ മുസ്നദ് തഹ്ഖീഖ് നടത്തിയ, പല ഗ്രന്ഥങ്ങളും തഹ്ഖീഖ് നടത്തിയ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ഷാക്കിർ. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ തൊട്ടു മുന്നുള്ള കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതനാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അർ-റൗളത്തുൻ നദിയ ശർഹ് ദുററുൽ ബഹിയ എന്ന പുസ്തകത്തിന് തഅലീഖ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ
ഒരു വാക്കുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഫകുല്ലു ഷൈഇൻ ലം യകുൻ ഫി അസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഫി അസ്രിൽ ഖുലഫാഇ റാഷിദീൻ ലാ നുസമ്മിഹി ബിദ്അ. ഈ വാക്കിലെ ഈ ഭാഗത്തിൽ ചെറിയ ഒരു വെട്ടലും പിന്നെ ചുരുക്കലും ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് മുഴുവൻ വായിക്കാൻ പറ്റില്ല. കാരണം ഒരു മസാല ചർച്ച ചെയ്യുന്ന സമയത്താണ് ആ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ലം യകുൻ ഫി അസ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഫി അസ്രിൽ ഖുലഫാഇ റാഷിദീൻ, നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എല്ലാ കാര്യത്തിനെയും ലാ നുസമ്മിഹി ബിദ്അ, നമ്മളൊക്കത്തിനും ബിദ്അത്താണ് എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ കാലത്തിലെ ഉദാഹരണത്തിന് കാറ്, വിമാനം, അതുപോലെ ഇന്നുള്ള പ്ലാസ്റ്റിക്, മൊബൈൽ ഫോൺ, ഇതൊക്കെ ബിദ്അത്താണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ പാടില്ല. لأن كل علم مستحدث ينفع الناس يجب تعلمه على بعض أفراد المسلمين ليكون قوة لهم ترقى بها الأمة الإسلامية. കാരണം പുതുതായി ഉണ്ടാക്കപ്പെടുന്ന പല വിജ്ഞാനങ്ങളും ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ദുർബലരായി പോകും. അവർക്ക് ശക്തി ഉണ്ടാകാൻ വേണ്ടി അത് പഠിക്കൽ ചിലപ്പോൾ നിർബന്ധമായി തീരും. അതിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് وإنما البدعة ما يستحدثه الناس في أنواع العبادات فقط. ഇബാദത്തുകളുടെ വിഷയത്തിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ബിദ്അത്ത് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സംഘടന ബിദ്അത്താണ് നമ്മൾ ഒറ്റയ്ക്ക് പറയാത്തത്. സംഘടന ഇബാദത്തായി ചെയ്യണതല്ല, മറിച്ച് അത് ദുന്യവിയായ കാര്യമാണ്. وما كان في غير العبادات ولم يخالف قواعد الشريعة فليس بدعة أصلا. ഇനി ഇബാദത്തല്ലാത്ത കേവലം ഭൗതികമായ കാര്യങ്ങളിൽ ഒരു കാര്യം അനുവദനീയാണെന്ന് പറയണമെങ്കിലും എന്തുണ്ട്, ഒരു നിബന്ധന ഉണ്ട്. ആ നിബന്ധന പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇബാദത്ത് വായിച്ചത്. വലം യുഖാലിഫ് ഖവാഇദ ശരിയ, ശരീഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് അത് എതിരാകാൻ പാടില്ല. ദുനിയാവിൽ ഒരു കാര്യം, ദുന്യവിയായ ഒരു കാര്യം അനുവദനീയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ചിലപ്പോൾ ആ വിഷയത്തിൽ പ്രത്യേകമായി തെളിവ് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള തെളിവുകൾക്ക് അത് എതിരാകാൻ പാടില്ല. അപ്പൊ അതിൽപ്പെട്ടതാണ് ഉദാഹരണത്തിന് പിന്നെ സംഘടനയുടെ വിഷയം തന്നെ എടുക്കാം. സംഘടന ഹറാമാണെന്ന് പണ്ഡിതന്മാരിൽ ചില പറയാനുള്ള കാരണങ്ങൾ, അവർ തെളിവായി പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങൾ. അതിലൊന്ന് പിന്നെ ഇസ്ലാമിന്റെ ഹിസ്ബിയത്തിനെതിരെ ഖുർആനിൽ അനേകം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. ഇന്ന് കാണപ്പെടുന്ന സംഘടനകൾ ബഹുഭൂരിപക്ഷം എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഒരു സംഘടനയും കാണിച്ചു തരാത്ത കോലത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ബഹുഭൂരിപക്ഷം സംഘടനകളും ഇന്ന് ഹിസ്ബിയത്തിന്റെ കരത്തിൽ പിടിയിൽ അമർന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും സംഘടനയുടെ അനിവാര്യതയാണ് ഹിസ്ബിയത്ത് എന്ന് പറയുന്നില്ല, കക്ഷിത്വം എന്ന് പറയുന്നില്ല. പക്ഷെ സംഘടനകളിൽ ഇന്ന് കാണപ്പെടുന്ന അതാണ് പിന്നെ ഹിസ്ബിയത്ത് എന്നത് വളരെ ശക്തമായി പിടികൂടി. അപ്പോൾ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തു, ഇത് അതിന് കാരണമാവുന്നുണ്ട്. ഇസ്ലാം അടിസ്ഥാനപരമായി നിശ്ചയിച്ച ചില നിയമങ്ങൾക്ക് കാരണമാവുന്നത് കൊണ്ട് ഇത് ഹറാമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അവർക്ക് പറയാനുള്ള ഒരു കാരണം ഇതാണ്. വേറെയും കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാര്യം ദുനിയവിലെ ഒരു കാര്യം അനുവദനീയമാക്കും എന്ത് ചെയ്യാൻ പാടില്ല? അതൊരിക്കലും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്ക് എതിരാകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ വിട്ടുക്കണം. അതിന് ദുന്യവിയായ കാര്യമാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ ഷർത്ത്. ദുനിയാവിലൊരു കാര്യം ഹലാലാണ് എന്ന് പറയുകയാണെങ്കിൽ കൂടി എന്ത് ശ്രദ്ധിക്കണം? ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് അത് എതിരാണോ അല്ലേ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത് പരിശോധിക്കേണ്ടത് എന്താണ്? ദുന്യവിയായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നതെങ്കിൽ വഇന്നൽ ആദിയാത്ത്, ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഇന്നൽ ആദിയാത്ത് മിൻ ഹൈസു ഹിയ ആദിയത്തുൻ ലാ ബിദ്അത ഫീഹാ. ആദിയായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, അത് ഭൗതികമായ കാര്യങ്ങളായി തന്നെ നിലകൊള്ളുകയാണെങ്കിൽ, അതായത് അതിന് ദീനുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്തോടത്തോളം കാലം ലാ ബിദ്അത ഫീഹാ, അതിൽ ബിദ്അത്തില്ല. ഭൗതികമായ കാര്യമായിട്ട് തന്നെ അത് നിലകൊള്ളണം. ഇത് വെറും ഭൗതികമായ കാര്യമാണ് എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് ദീനുമായിട്ട് യാതൊരു ടച്ച് ഉണ്ടാകാൻ പാടില്ല. ദീനുമായിട്ട് ടച്ച് ഉണ്ടെങ്കിലോ അതിന് അള്ളാഹുവിന്റെ അനുമതി വേണം, ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. ومن حيث يتعبد بها أو توضع موضع التعبد تدخلها البدعة. അല്ലേ? അത് ആ ദുനിയവിയായ കാര്യങ്ങൾ ومن حيث يتعبد بها, ആ ദുനിയവിയായ കാര്യങ്ങൾ കൊണ്ട് ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഔ തൂദഉ മൗദിഅ തഅബ്ബുദ് തദ്ഖുലുഹ അൽബിദ്അഹ്, എന്നാൽ അതേപോലെ തന്നെ ആരാധനയുടെ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവെക്കുകയോ ആരാധനാപരമായ കാര്യമായിട്ട് അതിനെ മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ തദ്ഖുലുഹ അൽബിദ്അഹ്, അത് ബിദ്അത്തായിട്ട് മാറും.
ചിലപ്പോൾ കേവലം ദുന്യവിയായ ഒരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ അതിനെ ഇബാദത്തിന്റെ കോലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതിൽ ഇബാദത്തിന്റെ അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചു കഴിഞ്ഞാൽ തദ്ഖുലുൽ ബിദ്അ, അതിൽ ബിദ്അത്ത് പ്രവേശിക്കുമെന്നാണ് ഇമാം അഷ്ശാതിബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദുന്യവിയായ കാര്യം മാത്രമായിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതിൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ പിന്നെ സംഘടനാ പ്രവർത്തനം എന്നത് കേവലം ദുന്യവിയായ ഒരു കാര്യമാണ്. അതും ദീനായിട്ട് യാതൊരു ടച്ചും ഇപ്പോൾ ഇല്ല. പിന്നെ ഞാൻ അവസാനം പറഞ്ഞിട്ടുള്ള സിറാജുൽ ഇസ്ലാമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിയ്യത്തോടെ ബാത്താക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം. പക്ഷേ മൊത്തത്തിൽ ഇതിന്റെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി, ഇത് കേവലം മുബാഹാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലേ, നിങ്ങൾ ഒഴിവാക്കിക്കോ, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇതാണ് ഇവർ പറഞ്ഞത്. ഇപ്പൊ പണ്ട് ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത്, ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് കേവലം ഒരു അനുവദനം, വളരെ കേവലമായ ഒരു കാര്യമാണെന്ന് തോന്നിപ്പോവാണ്. നമ്മളവരോട് പറഞ്ഞ കാര്യമാണ്, അത് കേവലം ഒരു കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് യാതൊരു പിന്നെ എന്താ പറയാ പവിത്രത ഒന്നുമില്ല. സംഘടനാ പ്രവർത്തനങ്ങൾ പവിത്രമായ ഒരു കാര്യമൊന്നുമല്ല, അല്ല അള്ളാഹുവിനടുത്ത് വലിയ പരിശുദ്ധി ലഭിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. കേവലം മുബാഹാണത്, അനുവദനീയം. പുണ്യമില്ല ചെയ്തതിന്, ചെയ്യാതിരുന്നാകട്ടെ യാതൊരു ദോഷവുമില്ല. ഇത്ര മാത്രമേ സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് അതിന്റെ ആഫില്. ഇതല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമക്കുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല ഈ പരിപാടി. നബിന്റെ കാലത്ത് സംഘടന ഇല്ല, പിന്നെ എങ്ങനെ ഇബാദത്താവുക? അതൊരിക്കലും ഇബാദത്താവുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അസൽ അത് ഇബാദത്തല്ല. അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം, ഇനി നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇത് മുബാഹാണ് എന്ന് മനസ്സിലായി, സംഘടനാ പ്രവർത്തനം മുബാഹാണ്. മാത്രമല്ല ഭൗതികമായ കാര്യങ്ങളിൽ അതിന്റെ അടിസ്ഥാനം എല്ലാം അനുവദനീയാണ്, അള്ളാഹ് ഹറാമാക്കുന്നത് വരെ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇബാദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അള്ളാഹു നിയമമാക്കുന്നത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ പഠിച്ചു. മാത്രമല്ല നിങ്ങൾക്ക് കാണാതെ പഠിക്കണമെങ്കിൽ, ഞാൻ അറബിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എളുപ്പമുള്ളൊരു വഴിയാണ്. പണ്ഡിതന്മാർ അത് വേറെ രൂപത്തിലും പറയാറുണ്ട്, അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹുർമ. ഇബാദത്തുകളിലുള്ള അടിസ്ഥാനം അൽ ഹുർമ, അത് ഹറാമാണ് എന്നതാണ്. എല്ലാ ഇബാദത്തും ഹറാമാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നത് വരെ. വൽ അസ്ലു ഫിൽ ആദാത്തി അൽ ഇബാഹ. ആദത്തുകളിൽ ഭൗതികമായ കാര്യങ്ങളുള്ള അടിസ്ഥാനം അതെല്ലാം അനുവദനീയമാണ്, അള്ളാഹു ഹറാമാക്കാത്തത് വഴി. ഇത് പണ്ഡിതന്മാർ പറയാറുള്ള ഒരു എളുപ്പമുള്ള വഴിയാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ബിദ്അത്തുകൾക്കും മറുപടി പറയുന്നത് എളുപ്പമാവും. ഈ വിഷയത്തിൽ അനേകം തെളിവുകളുണ്ട്, ആയത്തുൽ ഹദീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു കായിക പഠിപ്പിക്കാൻ വേണ്ടി ഒരു ദർസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ സംഘടനാ പ്രവർത്തനത്തിന്റെ വിഷയം പറയുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന് മറുപടി പറയാൻ ഇപ്പൊ പറ്റൂല. ഇനി ഇത് മുബാഹാണ് എന്ന് മനസ്സിലായി. ഇനി മുബാഹ് കൊണ്ട് ഇബാദത്ത് എടുക്കുന്നത് എന്താണ്, അതിന്റെ ഹുക്മ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ 11-ാം വാല്യം 450 മുതൽ 51 വരെയുള്ള പേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല അത് പറ്റുന്ന ആളുകൾ വായിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൂഫികളിൽപ്പെട്ട ഒരു വിഭാഗവുമായി നടത്തിയ മുനാബറ, അവരുമായി നടത്തിയ വാദപ്രതിവാദം, പിന്നെ നമ്മുടെ ആ നാട്ടിലുള്ള രാജാവിന്റെ സാന്നിധ്യത്തിൽ അവരുമായി നടത്തിയ മുനാദറയാണ് ആ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുക. ആ ഭാഗത്ത് ഉള്ളത് വലിയ നല്ല വളരെ അദ്ദേഹത്തിന്റെ ഇൽമും അദ്ദേഹത്തിന്റെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പിന്നെ മത വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവും ഒക്കെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു മുനാദറയാണത്. വളരെ അത്ഭുതകരമായ വളരെ രസമുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതിൽ അദ്ദേഹം വളരെ തമാശയായിട്ടൊക്കെ ചില കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അറബി അറിയുന്നവർ വായിക്കേണ്ട ഒരു ഭാഗമാണ്. ശരി, അതിൽ അദ്ദേഹം ഈ സൂഫികളുടെ അടുക്കൽ ചില പിന്നെ തൗബക്ക് വേണ്ടി ചില അമലുകളുണ്ട് അവരുടെ അടുത്ത്. അതിനെ പറ്റിയൊക്കെ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, അൽ ഉമൂർ അല്ലത്തി ലൈസത് മുസ്തഹബ്ബതൻ ഫി ശറഇ ലാ യജൂസു അത്തഅബ്ബുദു ബിഹാ ബിഇത്തിഫാഖിൽ മുസ്ലിമീൻ. ഇസ്ലാമിൽ മുസ്തഹബ്ബ് പോലും അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നത് അനുവദനീയമല്ല എന്നതിൽ മുസ്ലിങ്ങൾക്ക് യോജിപ്പുണ്ട്, അവർക്ക് ഇജ്മാ ഉണ്ട്. വല തഖറബു ബിഹാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാൻ അത്തരം കാര്യങ്ങൾ, മുബാഹായ കാര്യങ്ങൾ അല്ലെങ്കിൽ മുസ്തഹബ്ബ് പോലും അല്ലാത്ത കാര്യങ്ങൾ എടുത്തുപയോഗിക്കാൻ പാടില്ല. അള്ളാഹിന്റെ അടുക്കലേക്ക് സാമീപ്യം കിട്ടാൻ
ഇത്തരം മുസ്തഹബ് പോലും അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ഇവിടൊക്കെ നിങ്ങൾ സംഘടനാ പ്രവർത്തനം കൂടി ഒന്ന് യോജിച്ച് വെച്ചു കഴിഞ്ഞാൽ, സംഘടനാ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞല്ല, പക്ഷേ സംഘടനാ പ്രവർത്തനം മുബാഹാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ എടുത്തു വെച്ച് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. മുസ്തഹബ് പോലും അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ആരാധിക്കാൻ പാടില്ല അള്ളാഹനെ. അതുപോലെ തന്നെ വല തഖറബു ബിഹാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അതുകൊണ്ട് സാമീപ്യം നേടാൻ പാടില്ല. വല ഇത്തിഖാദുഹാ ത്വരീഖൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള വഴിയായി അത് സ്വീകരിക്കാൻ പാടില്ല. വസബബൻ ലി അൻ യകൂന റജുലു മിൻ ഔലിയാഇല്ലാഹി വ അഹിബ്ബാഇഹി, അള്ളാഹുവിന് ഇഷ്ടം ലഭിച്ച ഔലിയാക്കന്മാരിലോ അവന് സ്നേഹമുള്ള ആളുകളിലോ പെടാനുള്ള ഒരു കാരണമായി ആ പ്രവർത്തനം സ്വീകരിക്കാൻ പാടില്ല. വല ഇഅ്തിഖാദു അന്നല്ലാഹ യുഹിബ്ബുഹാ ഔ യുഹിബ്ബു അസ്ഹാബഹാ, അള്ളാഹു ആ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന്റെ ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നോ വിശ്വസിക്കാൻ പാടില്ല. സംഘടനാ പ്രവർത്തനം എന്നത് അതിന്റെ അസലിൽ അള്ളാഹ്ക്ക് താല്പര്യമുള്ള കാര്യമൊന്നുമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് അള്ളാഹ്ക്ക് വെറുപ്പില്ല, ഇഷ്ടമില്ല, വെറുപ്പില്ല. അതാണ് അനുവദനീയം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് അത് ഇഷ്ടമുണ്ട് എന്നും പറയാൻ പാടില്ല, അള്ളാഹു അത് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നും പറയാൻ പാടില്ല. അത് ചെയ്യുന്നതിന്റെ പേര് അതല്ലെങ്കിൽ ആ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നന്മ വർദ്ധിക്കുമെന്നോ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള സാമീപ്യം വർദ്ധിക്കുമെന്നോ വിശ്വസിക്കാൻ പാടില്ല. ഷഹാദ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സൂഫികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഷഹാദ അസ്ലുൻ അദീമുൻ തജിബു മഅരിഫതുഹു വൽഇഅ്തിനാഉ ബിഹി, ഇത് വളരെ അടിസ്ഥാനപരമായ വളരെ മഹത്തരമായ ഒരു അടിസ്ഥാനമാണ്. തജിബു മഅരിഫതുഹു, നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ്. വൽഇഅ്തിനാഉ ബിഹി, അത് കാര്യമായി മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. വഹുവ അന്നൽ മുബാഹാത്ത് ഇന്നമാ തകൂനു മുബാഹത്തൻ ഇദാ ജുഇലത് മുബാഹാത്ത് എന്ന് പറഞ്ഞാൽ മുബാഹ് എപ്പോഴാണ് മുബാഹാവുക എന്ന് ചോദിച്ചാൽ അത് മുബാഹായി മാത്രം മനസ്സിലാക്കപ്പെടുമ്പോൾ മാത്രമാണ്. അതിന്റെ മേലേക്ക് അതിന് ഉയർത്താൻ പാടില്ല. ഇവിടെ നമ്മളടുത്ത് കാണുന്ന അത്ഭുതം അതാണ്. കേവലം മുബാഹായ ഒരു കാര്യം ഏതെങ്കിലും ഒരുത്തം പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇനിയിപ്പോ അതൊന്ന് സൂക്ഷിക്കണം എന്നോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും സൂക്ഷ്മത കാണിക്കണം എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒച്ചയും വിളിയും ആകെ നിലവിളിയായി. എന്തോ ഒരു അള്ളാന്റെ ദീനിൽ പെട്ട അടിസ്ഥാനം തകർത്ത പോലെ. ഇതേ ആൾക്കാരെന്നെ പറയും ചെയ്തു മുബാഹാണ്. അപ്പൊ ഷേഖ് പറയാണ് വഹുവ അന്നൽ മുബാഹാത്ത് ഇന്നമാ തകൂനു മുബാഹത്തൻ ഇദാ ജുഇലത് മുബാഹാത്ത്, മുബാഹ് എപ്പോഴാണ് മുബാഹാവെന്ന് വെച്ചാൽ അത് മുബാഹ് മാത്രമായിട്ട് മനസ്സിലാക്കപ്പെടുമ്പോഴാണ്. അനുവദനീയമായ കാര്യങ്ങൾ അനുവദനീയമായി മനസ്സിലാക്കപ്പെടുക, അത് അനുവദനീയം എന്ന രൂപത്തിൽ മാത്രം കണക്കാക്കപ്പെടുമ്പോഴാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ല. فأما إذا اتخذت واجبات أو مستحبات كان ذلك دينا لم يشرعه الله, അതല്ല അതെങ്ങാനും മുസ്തഹബിന്റെ അവസ്ഥയിലേക്കോ അതല്ലെങ്കിൽ എന്നുവെച്ചാൽ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വാജിബിന്റെ അവസ്ഥയിലേക്കോ ആരെങ്കിലും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അത് അള്ളാഹു ശറഅാക്കാത്തത് ശറഅാക്ക, അള്ളാഹു മതത്തിൽ നിയമമാക്കാത്തത് നിയമമാക്കലാണ്. ഇത് പലപ്പോഴും ആളുകളുടെ പ്രവർത്തനത്തിൽ നമുക്ക് തോന്നിപ്പോണെന്ന്. ഒരാളെങ്ങാനും സംഘടനയിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ, ഇപ്പോ ഉദാഹരണത്തിന് എന്റെ നാട്ടില് ഞാൻ സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കണം, ഞാൻ ഇനിയിപ്പോ സംഘടനാ പ്രവർത്തനത്തിനൊന്നുമില്ല, കുറച്ച് ആൾ ഭാഗത്തേക്ക് കൂടട്ടെ, അല്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് ദീനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അറിഞ്ഞു അല്ലാ എന്താണ് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ ദാവത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, നിങ്ങൾ ദാവത്ത് ഇല്ലാതാക്കുക, നിങ്ങൾ എന്താ പറയാ നിഷ്ക്രിയന്മാരായി മാറിപ്പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഒച്ചയും വിളി ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ ഇനി സംഘടനാ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല, ഞാൻ ഇനി സംഘടനാ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല, നേതാവ് ആവണില്ല, ഒന്നും ആവണില്ല, ഞാൻ വെറുതെ എന്റെ ഈ ഭാഗത്തായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാലും സമ്മതിക്കൂല. ഏത് വരെ ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്, സമ്മതിക്കതിന്റെ അവസാനം കളവ് വരെ പറയേണ്ടി വന്നു, ഞാൻ പ്രാവശ്യം ഗൾഫിൽ പോകുന്നു. ഒരാൾ പറഞ്ഞ കളവ് പറയാൻ പാടില്ല, വേറെ വിഷയം. പക്ഷേ അങ്ങനെയാണ് ആളുകൾ എതിർക്കുന്നത്. ഇതിൽ നിന്ന് മാറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ പോലെ. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോണില്ല. ചെന്നായ പിടിക്കുന്ന ചില ആൾക്കാർ പറഞ്ഞു, ഒരു ചെന്നായ നിങ്ങളെ പിടിക്കൂല, നിങ്ങൾ ഇതെങ്ങനെ ഇബാദത്താണെന്നൊക്കെ വിചാരിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നായ പിടിക്കുക. അതുകൊണ്ട് പ്രത്യേകം സഹോദര ശ്രദ്ധിച്ചോളൂ, ഇത് അള്ളാഹിന്റെ അടുക്കൽ പ്രത്യേകം സ്വീകാര്യം പ്രത്യേകം ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല, ഇത് കേവലം മുബാഹാണ്. وجعل ما ليس من الواجبات والمستحبات منها بمنزلة جعل ما ليس من المحرمات منها فلا حرام إلا ما حرمه الله ولا دين إلا ما شرعه الله. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ وجعل ما ليس من الواجبات والمستحبات منها بمنزلة جعل ما ليس من المحرمات منها. അള്ളാഹിന്റെ ദീനിൽ ഹറാമാക്കാത്ത ഹറാമാക്കുന്ന പോലെ തന്നെയാണ് അള്ളാഹിന്റെ ദീനിൽ വാജിബോ മുസ്തഹബോ ആക്കാത്ത കാര്യം വാജിബോ മുസ്തഹബോ ആക്കല്. ഫലാ ഹറാമ ഇല്ലാ മാ ഹറമഹു അല്ലാഹ്, അള്ളാഹ് ഹറാമാക്കാത്ത ഒന്നും ഹറാമല്ല.
വലാ ദീന ഇല്ലാ മാ ശറഅഹുല്ലാഹ്. അല്ലാഹ് നിയമമാക്കാത്ത ഒന്നും ദീനുമല്ല. അപ്പൊ സഹോദര, ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ, ചില ആളുകൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണിത്, കേവലം മുബാഹ എന്ന് പറഞ്ഞതിന് ആളെ പണിക്കിട്ടുള്ള സഹോദരന്മാരെ ശരിക്കും ചിന്തിച്ചോളൂ. നിങ്ങളെ പരലോകം നഷ്ടപ്പെടാൻ പോകണം. ബിദഅത്തിനെതിരെ ഒച്ചിട്ട് അവസാനം ബിദഅത്തിൽ നിങ്ങളെന്നെ വീണ കോലത്തിലാവരുത്. സംഘടനാ പ്രവർത്തനം മുബാഹാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അതേസമയം ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒക്കെ പറഞ്ഞതുപോലെ ഒരു കരാറിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പാലിക്കൽ നിർബന്ധമാണ്. അതിനെപ്പറ്റി എന്റെ ക്ലാസ്സിലുള്ള എന്നെ പഠിപ്പിക്കുന്ന ഷെയ്ഖിനോട് ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ കരാർ ഏർപ്പെടുന്നത്. ഷെയ്ഖ് പറഞ്ഞു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പാലിക്കണം, കാരണം മുസ്ലിമൂൻ അലാ ശുറൂത്തിഹിം, മുസ്ലിങ്ങൾ അവരുടെ കരാർ പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു പ്രത്യേകം അങ്ങനെയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, പിന്നെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ കരാറിൽ ഏർപ്പെടാതിരിക്കുക. കാരണം കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കണം. നമ്മളെ സംഘടനയിൽ എഴുതി കൊടുക്കുന്ന കരാർ എന്താണ്? അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ചോളാന്നാണ്. അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാന്ന് അല്ലെങ്കിൽ തന്നെ അള്ളാനോട് തന്നെ കരാറുണ്ട്. അത് പിന്നെ ദുനിയാവിലുള്ള വേറൊരുത്തനോട് കൂടി കരാറാക്കി കഴിഞ്ഞാലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തെറ്റായി, രണ്ട് ശിക്ഷയായി. അള്ളാനെ ധിക്കരിച്ച ശിക്ഷ ഒന്ന്, കരാറ് പാലിക്കാത്ത ശിക്ഷ വേറൊന്ന്. ഇനിയിപ്പോ ഉദാഹരണത്തിന് ദാവത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് കരാറെങ്കിലോ, ദാവത്ത് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ചെയ്താൽ മതി. അതേസമയം സംഘടന നിർബന്ധമാക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹത്ത് വേറെ തെറ്റ്. അപ്പൊ വെറുതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾ വേറെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ഇതും കൂടി ഉണ്ടാക്കണോ? ഒരു കരാറൊക്കെ ഒരുത്തനായിട്ട് എഴുതിയിട്ട് അവസാനം പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ, അപ്പൊ അതിന് വേറെ തെറ്റായി. അപ്പൊ ഏറ്റവും നല്ലത് എന്താണ്? ഈ രൂപത്തിൽ ഇക്കോളത്തിലാണ് നിങ്ങൾ ദീന് പറയണമെങ്കിൽ, ഇക്കോളത്തിലാണ് നിങ്ങൾ സംഘടന മനസ്സിലാക്കുന്നതെങ്കിൽ, ഇക്കോളത്തിൽ നേതാക്കന്മാരനുസരിക്കുന്ന നിർബന്ധമാണെന്ന് പറയും. നിങ്ങൾ അതിന് വിട്ടുന്നാളി, സംഘടനത്തെ നിങ്ങൾ പണിയെടുക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ സഹകരിച്ചുകൊണ്ട് സാധിക്കാത്തപ്പോഴൊക്കെ ഞാൻ സഹകരിക്കില്ല. ഇത് പറയുന്നതാണ് സംഘടനാ നേതാക്കന്മാർക്ക് പറ്റാത്തത്. നേതാക്കന്മാർക്ക് ദേഷ്യം ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആൾക്കാർ. അങ്ങനെ നമ്മളെ കയ്യിൽ കിട്ടാൻ നമ്മളതിന് മാത്രം വലിയ ആൾക്കാരായിട്ടുണ്ട് എന്ന് നമ്മൾ തോന്നുമ്പോൾ മാത്രമാണ് നമുക്കത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വേണമെങ്കിൽ ചെയ്താൽ മതി. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഒരിക്കൽ കൂടി പറയുന്നു, അദ്ദേഹത്തിന് മജ്മൂഉൽ ഫത്താവയിൽ തന്നെ 11-ാം വാള്യം 451-52 ചില തുടർച്ചയായ വാചകങ്ങൾ തന്നെയാണ്. അതോ ആ പേജിലെല്ലാം എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. എന്തായാലും മജ്മൂഉൽ ഫത്താവയിലുള്ള ഭാഗമാണ് ഞാനിത് എഴുതിയെടുത്തപ്പോൾ പേജ് നമ്പർ തെറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫത്താവയിലുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും, ഞാനിത് പ്രത്യേകം പിന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. وما علم باتفاق الأمة أنه ليس بواجب ولا مستحب ولا قربة لم يجوز أن يعتقد أو يقال إنه قربة وطاعة. മുസ്ലിങ്ങൾക്ക് അവരുടെ ഇജ്മാഇൽ മനസ്സിലായ വാജിബല്ല മുസ്തഹബല്ല എന്ന് അവരെല്ലാവരും യോജിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവ മുസ്തഹബാണ് എന്നോ അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അള്ളാന്റെ അടുക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഇബാദത്താണോ എന്ന് വിശ്വസിക്കൽ പാടില്ല എന്നത് മുസ്ലിങ്ങൾ യോജിച്ച കാര്യമാണ്, അവർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. فكذلك هم متفقون على أنه لا يجوز قصد التقرب به إلى الله. അള്ളാഹുവിനേക്ക് ഇബാദത്ത് എടുക്കാൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യത്തിലും അവർ യോജിപ്പുണ്ട്. വലത്തഅബ്ബുദു ബിഹി വലത്തിഖാദുഹു ദീന, അതുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ പാടില്ല, അത് ദീനായി സ്വീകരിക്കാൻ പാടില്ല. വല അമലുഹു മിനൽ ഹസനാത്ത്, അത് പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതായി എണ്ണാൻ പാടില്ല. ഫലാ യജൂസു ജഅലുഹു മിനദ് ദീനി ലാ ബിഇഅ്തിഖാദിൻ വഖൗലിൻ വലാ ബിഇറാദത്തിൻ വഅമൽ, ഉദ്ദേശം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസം കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും അത്തരം കാര്യങ്ങൾ ദീനിൽപ്പെട്ടതാണ് എന്ന് പറയാൻ പാടില്ല. وبإهمال هذا الأصل غلط خلق كثير من العلماء والعباد. ഉലമാക്കളിലും അതുപോലെ തന്നെ സാധാരണക്കാരിലുംപ്പെട്ട അനേകം ആളുകൾ ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് വലിയ വലിയ അബദ്ധങ്ങൾ പെട്ടുപോയത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. وبإهمال هذا الأصل غلط خلق كثير من العلماء والعباد. സാധാരണക്കാരാവട്ടെ പണ്ഡിതന്മാരാകട്ടെ ധാരാളക്കണക്കിന് ആളുകൾ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്താണ് ഷെയ്ഖ് ഇത് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരെ എവിടെയൊക്കെ പെട്ടിട്ടുണ്ടാവും? പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അള്ളാന്റെ ദീനിന്റെ കാര്യമാണ്, രക്ഷപ്പെടണമെങ്കിൽ സൂക്ഷിച്ചോളൂ. യറൗന ശൈഅ ഇദാ ലം യകുൻ മുഹറമൻ ലാ യുൻഹാ അൻഹു ബൽ യുഖാലു ഇന്നഹു ജായിസ്. അവരുടെ അടുക്കൽ എന്താണ് ഒരു കാര്യം ഹറാമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ബൽ യുഖാൽ ഇന്നഹു ജായിസ്, ജായിസ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ പിന്നെ അതുകൊണ്ട് ഇബാദത്ത് എടുത്താൽ കുഴപ്പമില്ല എന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ അത് നല്ല കാര്യമായി മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. വലാ യുഫർരിഖൂന ബൈന ഇത്തിഖാദിഹി ദീനൻ വതാഅതൻ വബിർറൻ, അത് ദീനായും താഅത്തായും
അള്ളാഹുവിന്റെ അടുക്കലുള്ള പുണ്യകർമ്മമായും അതുപോലെ തന്നെ നല്ല കാര്യവുമായും ഒക്കെ മനസ്സിലാക്കുന്നത്. രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത്. വലാ യുഫർരിഖൂന ബൈന ഇത്തിഖാദിഹി ദീനൻ വതഅത വബർറ വബൈന ഇസ്തിഅമാലിഹി കമാ തുസ്തഅമൽ മുബാഹാത്തുൽ മഹ്ദ. കേവലം അനുവദനീയം, പ്രത്യേക പ്രയോഗം ശ്രദ്ധിക്കണം. കമാ തുസ്തഅമലു അൽ മുബാഹാത്തുൽ മഹ്ദ, കേവലം മുസ്തഹബായ, കേവലം മുബാഹായ, കേവലം അനുവദനീയമായ ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ, അതല്ല പിന്നെ ഒരു കാര്യം ഇബാദത്തായി പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ അനുവദനീയമായ ഒരു കാര്യത്തെ അനുവദനീയമായ മാത്രം കാണുക എന്നതും അതല്ലാതെ അതിന് ദീനായിട്ടോ താഅത്തായിട്ടോ ഇബാദത്തായിട്ടോ കാണുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വേർതിരിവ് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യം ഹറാമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരതാ കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞാണ്. അല്ല, അത് ഇബാദത്തായി ചെയ്യുക എന്നതും കേവലം വളരെ കേവലം വളരെ 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 കേവലമായി ഒരു കേവല മുബാഹായ ഒരു കാര്യമായി അതിനെ കൊണ്ടു നടക്കുന്നതും തമ്മിൽ അവർ വേർതിരിക്കുന്നില്ല. സംഘടനാ പ്രവർത്തനം കേവലം മുബാഹാണ്, പറയാൻ ഒരു മടിയും വേണ്ട, ഇത് കേവലം മുബാഹന്നാണ്. എന്നിട്ട് ഷേഖ് പറയാൻ വമഅലൂമുൻ അന്ന ഇത്തിഖാദഹു ദീനൻ, അത് ദീനായി സ്വീകരിക്കുക എന്നതും. അതുപോലെ തന്നെ ഷേഖ് സൂഫികളുമായി ബന്ധപ്പെട്ട വേറെ വിഷയം കൂടി അവിടെ പറയുന്നുണ്ട്. ഞാൻ അവിടെ കൊണ്ടുവരില്ല, നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, കുറെ അറബി വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വമഅലൂമുൻ അന്ന ഇത്തിഖാദഹു ദീനൻ മിൻ അഅ്ളമിൽ മുഹറമാതി വഅക്ബരി സയ്യിആത്ത്, ഇത്തരം മുബാഹായ കാര്യങ്ങളെ ദീനായി പരിഗണിക്കുക എന്നത് വളരെ ഗൗരവമുള്ള ഹറാമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വഅക്ബരി സയ്യിആത്ത്, തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയാണ്. വഹാദാ മിനൽ ബിദഅഇൽ മുൻകറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള മഅസിയത്തിനേക്കാൾ വലുതായി എണ്ണിയിട്ടുള്ള ബിദ്അത്തുകളിലാണ് ഇത് പെടുക. അല്ലതി ഹിയ അഅദമു മിനൽ മആസി, തിന്മകളെക്കാൾ വലുതാണത്, ഗൗരവമുള്ളതാണത്. അല്ലതി യുഅലമു അന്നഹാ മആസി വസയ്യിആത്ത്, അല്ലാഹ് തിന്മയാണ് എന്ന് പറഞ്ഞ വിചാരം, കളവ്, അതിനേക്കാൾ വലിയ തിന്മയാണ് എന്ത്, ഒരു കാര്യം ഇബാദത്തായി കൊണ്ട് നടന്ന് അതിനെ ബിദ്അത്താക്കി, അത് ബിദ്അത്താവുക എന്നത്. അപ്പൊ സഹോദരങ്ങളെ, സംഘടനാ പ്രവർത്തനം എന്നുള്ളത് കേവലം മുബാഹാണ്. അത്ര തന്നെ നമുക്ക് ഇപ്പോഴും അതിനെപ്പറ്റി പറയാനുള്ളൂ. പണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത്. സംഘടനാ പ്രവർത്തനം ജായിസാണ്. ഒരാളിനിപ്പോൾ സംഘടന പ്രവർത്തിച്ചില്ല എന്ന് ചോദിച്ചിട്ട് ഇന്നൊക്കെ ഒരു ദേഷ്യം അയാളോട് ഉണ്ടാവാൻ പാടില്ല. ഒരാൾ സംഘടനാ പ്രവർത്തനത്തിനെ ഞാനിപ്പോ സംഘടനയിലൊന്നും പ്രവർത്തിക്കുന്നത്, ഞാൻ വേറിട്ടിക്കുന്ന ഒരു കുഴപ്പമില്ല, ഒരു മുബാഹാണ്, അതിന്റെ പേരിൽ അയാൾ ആക്ഷേപിക്കാൻ പാടില്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇക്കാര്യം സംഘടനകളുടെ വിഷയത്തിലും പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹുക്മുൽ ഇന്തിമാ ഇലൽ ജമാഅത്ത് എന്ന പുസ്തകം, ഇത് ഇവിടെ കേരളത്തിൽ ഇതുവരെ ആരും വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ പുസ്തകത്തിന് എന്തെങ്കിലും കൊടുത്ത് ഉദ്ധരിക്കണത്, ഈ പുസ്തകമൊക്കെ നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ടതാണ്. സംഘടനയുടെ ആൾക്കാരല്ലേ സലഫി പണ്ഡിതന്മാർ, സംഘടനാ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ പറഞ്ഞ പുസ്തകമാണ് ഹുക്മുൽ ഇന്തിമാ ഇലൽ ജമാഅത്ത് വൽ അഹ്സാബുൽ ഇസ്ലാമിയ്യ എന്നുള്ള പുസ്തകം. ഇതൊന്നും ഒരാളും എന്ത് ചെയ്യില്ല, ഒന്നും വായിക്കൂല. കാരണം എന്താ, അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ കള്ളി വെളിച്ചത്താവും. അത്ര നല്ല പുസ്തകമാണത്. ആ പുസ്തകത്തിൽ സംഘടനകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സംഘടനകൾ സ്വീകരിക്കപ്പെടുന്ന കരാറ് എടുക്കല്, അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഷെയ്ഖ് സംസാരിച്ചതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, അമ്മാ വസീലത്തുൻ മുഹ്ദസ യുതഅബ്ബദു ബിഹാ ഫലാ, എന്നാൽ മുഹ്ദസായ പുതുതായി ഉണ്ടാക്കപ്പെട്ട വസീലകൾ, മാർഗങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഇബാദത്തെടുക്കുക എന്നത് ഫലാ, അത് പാടില്ല, അനുവദനീയമല്ല. ആരാ പറയുന്നത്? ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാഹ്. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഷെയ്ഖ് പിന്നെ ഇങ്ങനെ ഒരു സകാത്തും സദഖയൊക്കെ പിന്നെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ലാ ബഅസ ബിതക്വീനി ലജ്നത്തിൻ ലിഖബൂലി സ്വദഖാത്തി വസ്സകവാത്തി വഗൈരിഹാ മിനൻ നഫഖാത്തി ശർഇയ്യ, മതപരമായ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. لأن ذلك من الوسائل إلى ضبط هذه الأمور تحصيلا وتوزيعا, പണം ശേഖരിക്കാനും വിതരണം ചെയ്യാനും അതൊക്കെ ഒന്ന് ക്രോഡീകരിക്കാൻ വേണ്ടി, അതൊക്കെ ഒന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണിത്. وهذا مقصود شرعي لا يقصد به إلا ضبط هذه الأشياء, ഇതാകട്ടെ മതപരമായി ഏതാണ്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് ക്രോഡീകരിക്കപ്പെടുക എന്നത് മതപരമായ ഒരു ആവശ്യം കൂടിയാണ്. لا يقصد بها إلا ضبط هذه الأشياء, ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കണമെന്ന് മാത്രമേ ഇത്തരം ലജ്ന ഉണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. وما كان وسيلة لمقصود شرعي فلا بأس به ما لم يقصد التعبد بنفس الوسيلة, ആ വസീല കൊണ്ട് തന്നെ, ആ മാർഗം കൊണ്ട് തന്നെ ആരാധന ഉദ്ദേശിക്കപ്പെടാത്തിടത്തോളം കാലം
അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. എന്ത് മനസ്സിലായി? ദുന്യവിയായ ഒരു കാര്യം മാത്രമായിട്ട് അത് കണക്കാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. അതേസമയം അതൊരു ഇബാദത്തിന്റെ അതുകൊണ്ട് തന്നെ ഇബാദത്ത് എടുക്കാന്നുള്ള കോലത്തിലേക്ക് മാറുകയാണെങ്കിലോ അത് പ്രശ്നമാണ്, അത് തെറ്റാണ്, അത് പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ വലിയൊരു അട്ടിമറി സിറാജിക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വല്ലാഹു അലം, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് സാലിഹ് അലി ഷേഖിന്റെ ഇബാറത്ത് വായിച്ചപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വല്ലാഹു അലം, അദ്ദേഹം കരുതിക്കുട്ടി കളവ് ചെയ്തു എന്നോ അതല്ലെങ്കിൽ സത്യത്തെ അസത്യമായി അവതരിപ്പിച്ചോ എന്നോ ഒന്നും ഞാൻ അദ്ദേഹത്തെ പറ്റി ആക്ഷേപിക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി അദ്ദേഹം ചെയ്തത് ഒരു അട്ടിമറിയാണ്. ഈ വിഷയത്തിലുള്ള അട്ടിമറി എന്ന് പറഞ്ഞാൽ നേരെ കാര്യം തിരിച്ചവതരിപ്പിക്കലാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, സംഘടനാ പ്രവർത്തനം എന്നത് ഇബാദത്താണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടെ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രണ്ട് അഭിപ്രായം എവിടെയില്ല. നിങ്ങൾ തെളിയിക്കാതെ പണ്ഡിതന്മാർക്കിടെ എവിടെയാണ് അങ്ങനെ അഭിപ്രായമുള്ളത്? സംഘടനാ പ്രവർത്തനം അസ്വലിലെ ഇബാദത്താണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല പണ്ഡിതന്മാർക്കിടെ. നിങ്ങൾ തെളിയിക്കും. ഇത് വെല്ലുവിളിയാണ്. ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കും. സംഘടനാ പ്രവർത്തനം എന്നത് ഇബാദത്താണോ അല്ലേ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ അത് സംഘടനാ പ്രവർത്തനം എന്നത് അസ്വലിലെ ഇബാദത്താണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. മുത്തഫഖായ എല്ലാവരും യോജിച്ച കാര്യമാണ് മുബാഹാണ് എന്നത്. വേറൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹറാമാന്നെ പറഞ്ഞിട്ടുള്ളൂ. മുബാഹ് ഹറാം ഇതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതല്ലാതെ ഒരാളും ഇതിനെപ്പറ്റി അത് അസ്വലിലെ ഇബാദത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയൂല. കാരണം അള്ളാന്റെ റസൂലിന്റെ കാര്യത്തില്ലാത്ത എങ്ങനെ ഇബാദത്താവുക? അതൊരിക്കലും ഉണ്ടാവില്ല. ഈ അസ്വലിലെ ഇബാദത്താവൂല എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിന് പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ അസ്വലിലെ ഇബാദത്തിന്റെ അങ്ങനെ തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് അതിന് മറുപടി അറിഞ്ഞ്? നിങ്ങൾ ഇതന്നെയാണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്താ പറയേണ്ടത്? അപ്പറഞ്ഞ് സത്യമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ പറയുന്നത്. എന്താ ഞങ്ങൾ പറഞ്ഞത് തെറ്റ്? സംഘടനാ പ്രവർത്തനം പിന്നെ പറഞ്ഞത് അത് സന്തോഷം നൽകുന്ന രൂപത്തിൽ പറയണമെന്നാണ്. ഒരു സന്തോഷം നൽകുന്ന രൂപത്തിൽ ദീന്റെ ഹുക്മ എങ്ങനെയാണ് അങ്ങനെ തന്നെ പഠിപ്പിക്കേണ്ടേ ഉള്ളൂ. അത് നമ്മൾ ഇനി സന്തോഷം ഉണ്ടാക്കാനും ദുഃഖം ഉണ്ടാക്കാനും മാറ്റി പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. സംഘടന പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ ഇസ്ലാം ദീന് വല്ല കുഴപ്പം വരാൻ പോകുന്നുണ്ടോ? ഒരു കുഴപ്പം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ സത്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അവസാനമായി ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുബാഹായ അനുവദനീയമായ കാര്യങ്ങൾ നിയ്യത്ത് കൊണ്ട് ഇബാദത്താകും. ഇതിന് അദ്ദേഹം കായികമൊന്നും വിശദീകരിച്ചിട്ടൊന്നല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു പോയതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയത് ഒരു എന്താ പറയുക, ഒരു ഇസ്തിനാദ്, ഒരു വ്യക്തമായ അടിസ്ഥാനം അദ്ദേഹം പഠിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് ആളുകൾക്ക് അവ്യക്തത ഉണ്ടാവില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ആ കാര്യം പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖായിദയായി, ഒരു അടിസ്ഥാനമായി അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഇപ്രകാരമാണ്: അൽ ഉമൂറു ബിമഖാസിദിഹ. ഓരോ കാര്യവും അത് എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കപ്പെടുക എന്ന അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സംഘടനയുടെ വിഷയത്തിലല്ല, മുബാഹായ കാര്യം നിയ്യത്ത് കൊണ്ട് ഇബാദത്താവുക എന്ന വിഷയം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണോ ചെയ്യുന്നത് ആ ഉദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അത് ഏത് കാര്യമാണെങ്കിലും. അപ്പോ ഹറാമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഹിസ്ബിയത്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, സംഘടനാ പ്രവർത്തനം കൊണ്ട് അതിനുള്ള കൂലി കിട്ടും. അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് സംഘടനാ പ്രവർത്തനം കൊണ്ട് കോക്കസുകളിയാണോ, സംഘടനാ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ച് മറ്റൊന്ന് തകർക്കലും ഇപ്പുറത്തുള്ളവൻ തകർക്കലൊക്കെ ആണോ, സംഘടനയിൽ നന്മക്കും വേണ്ടി കളവാണോ നിങ്ങൾ പറഞ്ഞ്, അതിനുള്ള കൂലിയെ കിട്ടുള്ളൂ, അതിനുള്ള പ്രതിഫലേ കിട്ടുള്ളൂ. അപ്പൊ എന്താണോ ഉദ്ദേശിച്ചതനുസരിച്ച് കിട്ടും. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല അതുകൊണ്ട് ഇബാദത്താവോ, ഒരു പ്രവർത്തനം ഇബാദത്തായി അതിന് പ്രതിഫലം കിട്ടോ, ഈ വിഷയത്തിൽ നിങ്ങൾ പണ്ഡിതന്മാരൊക്കെ വായിച്ചിരിക്കേണ്ട, ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടൊന്നുമില്ല, വലിയൊരു പുസ്തകമാണത്. ഒരു ജാമിയ ഇസ്ലാമിയ, മദീനയിലുള്ള ജാമിയ ഇസ്ലാമിയ എന്ന് പുറത്തിറങ്ങിയ ഒരു നല്ല ഒരു തിസീസ് ഞാൻ ഈ വിഷയത്തിൽ കണ്ടു. അതിന്റെ പേരിങ്ങനെയാണ്: ഖവാഇദു വദ്ദവാബിത്തുൽ ഫിഖ്ഹിയ്യ അൽ മുതദമ്മിന ലിത്തൈസീർ. മതത്തിൽ എളുപ്പമുണ്ടാക്കുന്ന ഖായിദകളും ബാധ്യതകളും, ഫിഖ്ഹിയായ അടിസ്ഥാനങ്ങളും ബവാദിത്തുകളും. നല്ലൊരു പുസ്തകമായി എനിക്കത് അനുഭവപ്പെട്ടു. നല്ലൊരു വിഷയങ്ങൾ അതിൽ നന്നായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമായി എനിക്കത് അനുഭവപ്പെട്ടു. അല്ലാഹു അലം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സാലിഹ് അൽ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹത്തിന് വേറെയും ഗ്രന്ഥങ്ങളിലായിട്ട് എൻ്റെ ഓർമ്മ.
കേവലം ഒരു വിദ്യാർത്ഥി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് വേറെ പുസ്തകങ്ങളിലായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ വൽ അമലുൽ മുബാഹു ഖദ് യുസാബു അലൈഹിൽ ഇൻസാൻ ഇദാ മാ അഹ്സന നിയ്യതഹു ഫീഹി. തന്റെ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ മുബാഹായ പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ അയാൾക്ക് പ്രതിഫലം കിട്ടിയേക്കാം. ഈ ചിലപ്പോൾ എന്നുള്ളത് അറബി തന്നെ ഉള്ളതാണ്. ഖദ് യുസാബു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അവന് പ്രതിഫലം കിട്ടിയേക്കാം. വഖദ് യുആഖബു ഇദാ അസാഅ നിയ്യതഹു. തന്റെ നിയ്യത്ത് മോശമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ശിക്ഷയും കിട്ടിയേക്കാം. അപ്പോൾ നിയ്യത്ത് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും പ്രതിഫലം കിട്ടാനുള്ള അടിസ്ഥാനം ഏതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഇന്നമൽ അഅ്മാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന്റെ നിയ്യത്ത് അനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കപ്പെടുക. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ലഭിക്കുക എന്നതാണ് ഈ വിഷയത്തിലുള്ള അടിസ്ഥാനം. മാത്രമല്ല ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവായിട്ട് വേറെ ചില ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസാത്തിൻ. ഞങ്ങൾ ഒരു യുദ്ധത്തിലായിരുന്നു നബിയുടെ ഒപ്പം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവാൻ. അപ്പോൾ നബി പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ലറിജാലൻ മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഹബസഹുമുൽ മറദ്. മദീനയിൽ ചില ആളുകളുണ്ട്, അവർ ഒരു യാത്ര അവർ തീരെ ചെയ്തിട്ടില്ല, ഒരു താഴ്വാരവും അവർ താണ്ടിക്കടന്നിട്ടില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ സഞ്ചരിച്ചോ, നിങ്ങൾ ഏതൊക്കെ താഴ്വാരം താണ്ടിക്കടന്നോ ഇല്ലാക്കാനും ആക്കും, അവർ നിങ്ങളോടൊപ്പം ഇല്ലാതെ ആയിട്ടില്ല. ഒരു സംഭവം മദീനയിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടി അവർക്ക് നിങ്ങൾ ഏതൊക്കെ വാദി കിടക്കുന്നുണ്ടോ, നിങ്ങൾ ഏതൊക്കെ താഴ്വാരം താണ്ടിക്കിടക്കുന്നുണ്ടോ, നിങ്ങൾ എവിടൊക്കെ കൂടിയൊക്കെ യാത്ര ചെയ്യുന്നു അവിടൊക്കെ അവരും നിങ്ങളൊപ്പമുണ്ട്. ഹബസഹുമുൽ മറദ്. അവരെ തടഞ്ഞു വെച്ചത് അവരുടെ രോഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെയ്ത അതേ പ്രതിഫലം അവർക്കും കിട്ടും. കാരണം അവർക്ക് രോഗമായതുകൊണ്ടാണ് അവർക്ക് വരാതിരുന്നത്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാബികൾ പിന്നെ ദഹബ അഹ്ലുദ് ദുസൂർ ബിൽ ഉജൂർ. അള്ളാഹുവിന്റെ റസൂലെ, പൈസക്കാർ പ്രതിഫലമൊക്കെ എടുത്ത് പോയല്ലോ, അവര് നമ്മളെപ്പോലെ നിസ്കരിക്കുന്നു, നമ്മളെപ്പോലെ നോമ്പ് വെക്കുന്നു, അതിന്റെ ഒപ്പം അവരെ പൈസ കൊണ്ട് സദക്കയും കൊടുക്കണം. ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലല്ലോ, അപ്പൊ നബി എന്ത് ചെയ്യും ഞങ്ങള്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് സദക്കയുണ്ട്, നിങ്ങളുടെ അടുത്ത് തക്ബീറുണ്ട്, അതൊക്കെ സദക്കയാണ്. നിങ്ങളുടെ അടുത്ത് തസ്ബീഹുണ്ട്, അത് സദക്കയാണ്. നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ സദക്കയാണ്. വഫിബുദായി അഹദിക്കും സദക്ക. നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിൽ വരെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ അവർ ചോദിച്ചു, റസൂലുള്ളാഹി, ഞങ്ങളുടെ ഭാര്യയുടെ അടുക്കലേക്ക് പോയി ഞങ്ങളുടെ ശഹവത്ത് ദേഹേച്ഛ ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് വരെ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വദഅഹ ഫീ ഹറാമിൻ അകാന അലൈഹി ഫീഹാ വിസ്ർ. നിങ്ങളുടെ ഹറാമിലെങ്ങാനും കൊണ്ടേക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കതിന് ശിക്ഷ ലഭിക്കുകയില്ലേ? ഫകദാലിക ഇദാ വദഅഹ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ. അതുപോലെ തന്നെയാണ് അവൻ ഹലാലിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അവന് അതുകൊണ്ട് പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ഹറാമിൽ വീഴുന്നുള്ള പേടിയോട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം കഴിച്ചതിനും അവന് പ്രതിഫലം കിട്ടി, പ്രത്യേക പ്രതിഫലം വേറെയും കിട്ടി, ഹറാമെന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇമാം നവവി റഹിമഹുല്ലാഹി ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, വഫീ ഹാദാ ദലീലുൻ അലാ അന്നൽ മുബാഹാത്ത് തസീറു തആഅത്തിൻ ബിന്നിയാത്ത് സ്വാലിഹാത്ത്. നല്ല നിയ്യത്ത് കൊണ്ട് മുബാഹായ കാര്യങ്ങൾ പുണ്യകർമ്മമായി സ്വീകരിക്കപ്പെടുമെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരിക്കലും വ്യത്യാസമില്ല. മറിച്ച് അതേസമയം ഇത്തരം കാര്യങ്ങൾ, മുബാഹായ ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഇബാദത്തായി തീരണമെങ്കിൽ നമ്മൾ പറയുന്നു, പ്രത്യേകമായ നിയ്യത്ത് ആ വിഷയത്തിൽ വെക്കേണ്ടതുണ്ട്. ഒരു മുബാഹായ കാര്യത്തിന് പ്രത്യേകമായി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണോ എങ്കിൽ നിങ്ങൾ പ്രത്യേകം അതിന് നിയ്യത്ത് വെക്കണം. സാധാ ഇബാദത്ത് പോലെയല്ല. ഏതെങ്കിലും ഒരു ഇബാദത്ത് പോലെ വെറുതെ ചെയ്യുമ്പോഴത്തേക്ക് പ്രതിഫലം കിട്ടൂല. മറിച്ച് അത് പ്രത്യേകം അഹ്ലുൽ യഖബ, നല്ല ബോധത്തോടു കൂടി ഓരോ കാര്യവും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹു നിശ്ചയിച്ച കാര്യമാണിത്. ഉദാഹരണത്തിന് സിറാജുൽ ഇസ്ലാം തന്നെ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുന്ന അപ്പൊ അവന്റെ ഉദ്ദേശം എന്താണ്? ജിഹാദ് ചെയ്യണം, അതിന് നല്ല പവർ വേണം എന്ന ഉദ്ദേശത്തിലാണ് ഭക്ഷണം കഴിക്കണതെങ്കിലോ അവനതിന് പ്രതിഫലമുണ്ട്. നേരത്തെ കിടന്നുറങ്ങുമ്പോൾ ഉദ്ദേശം നേരത്തെ നിസ്കരിക്കണം എന്നാണെങ്കിലോ അതിനൊരു പ്രതിഫലമുണ്ട്. അപ്പൊ ഇതേപോലെ
അമ്പും പിന്നെ അമ്പ് ഏലും മറ്റൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ജിഹാദ് ചെയ്യണമെന്നാണെങ്കിലോ അതിന് പ്രതിഫലമുണ്ട്. സംഭവം ഇതൊക്കെ മുബാഹായ കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടി അവരുടെ നീയത്തിന് അവിടെ പ്രതിഫലം ലഭിക്കപ്പെടും. പക്ഷെ ഇത് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമല്ല. ഇത് പ്രത്യേകം ഇത് ഉദ്ദേശിക്കുന്ന എല്ലാ ഇബാദത്തുകളും പ്രത്യേകം നീയത്ത് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അതെല്ലാ സംഘടന പ്രവർത്തിച്ചവർക്ക് ഒറ്റടിക്കൊണ്ട് കിട്ടുന്നില്ല. ഉദാഹരണത്തിന് ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്നില്ലേ, നമുക്കൊക്കെ പ്രതിഫലം കിട്ടും നമ്മൾ തന്നെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് തിന്നുമ്പോൾ നമ്മളെ ഉദ്ദേശം ഭക്ഷണം വിശപ്പ് തീർക്കണമെന്ന് മാത്രമാണ്. ഉറങ്ങുമ്പോൾ നമ്മളെ ഉദ്ദേശം ഉറക്കം വരുന്നത് നല്ല ഉറക്കം വരുന്നത് വേഗം പോയി കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. പ്രത്യേകം നീയത്ത് അതിന്റെ പിന്നിൽ വെക്കുക എന്നത് എല്ലാ ആളുകൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. നമ്മളിവിടെ ശരിക്കുള്ള ഇബാദത്തിൽ തന്നെ മര്യാദ നീയത്തില്ല ചില ആൾക്കാർക്ക്. അപ്പൊ പിന്നെ മുബാഹിന്റെ കാര്യത്തിലുള്ള കാര്യം പറയണം. പ്രത്യേക നീയത്ത് വെക്കണം. ഗൗരവത്തിൽ നീയത്ത് വെച്ച് തന്നെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിനും കിട്ടും പ്രതിഫലം. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണത്തിന്റെ കാര്യം എല്ലാവരും ഭക്ഷണം കഴിക്കില്ല. ആരെങ്കിലും ഭക്ഷണം ഒരുത്തന് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും എല്ലാ ഭക്ഷണത്തിന്റെ സന്ദർഭത്തിൽ ഭക്ഷണത്തിനെ പറ്റി ഒരു ക്ലാസ് എടുത്തിട്ട് ഭക്ഷണം ഇബാദത്താക്കാൻ വേണ്ടി ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എടുത്തിറങ്ങുക, അങ്ങനെയൊന്നും ആരും ചെയ്യലില്ലല്ലോ. അപ്പൊ ആ ഒരു രൂപത്തിൽ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിനെ എല്ലാ രൂപത്തിലേക്കും എന്ത് ചെയ്യാൻ പാടില്ല, മൊത്തത്തിൽ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. അത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന രൂപമല്ല. മാത്രമല്ല പണ്ഡിതന്മാർ ഈ ഹുക്കും എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബ്നു സാലിഹ് അൽ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, ഫഖദ് ഇസ്തസ്ന അൽ ഉലമാഉ മിൻ ഹുക്മി ഹാദിഹി അൽ ഖാഇദ അൽ ഇബാദാത്ത് അല്ലതി തതമയ്യസു ബിനഫ്സിഹ അനിൽ ആദാത്ത്. കേവല ഭൗതിക കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ശരിയായ ഇബാദത്തുകളെ പണ്ഡിതന്മാരിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. വദാലിക ലിഅന്ന മിൻ അഗ്റാദിൽ മഖ്സൂദി ബിന്നിയത്തി തമയീസുൽ ഇബാദത്തി അനിൽ ആദ. ഭൗതിക കാര്യങ്ങളെയും ഇബാദത്തുകളെയും വേർതിരിക്കാനുള്ള അതിനു വേണ്ടിയിട്ടാണ് നീയത്ത് കൊണ്ടേ വെച്ചിട്ടുള്ളത് തന്നെ. നീയത്ത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്? ആദത്തും ഇബാദത്തും മാറ്റിയെടുത്താനാണ്. അതുകൊണ്ടാണല്ലോ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അഹ്ലുൽ ഗഫ്ലത്തി ആദാതുഹും ഇബാദ, അഹ്ലുൽ ഗഫ്ലത്തി ഇബാദാതുഹും ആദ. പിന്നെ അശ്രദ്ധയുടെ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തുകൾ കേവലം ഭൗതിക കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി പോലെ ഒരു പ്രതിഫലം അവർക്ക് കിട്ടൂല. ചില ആൾക്കാർ നിസ്കരിക്കാൻ കണ്ടിട്ടില്ലേ, ചിലർക്ക് തഹിയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ നേരെ വന്നിട്ട് കയ്യെത്തും. എന്താ ഉദ്ദേശം? ചിലപ്പോൾ അവനോട് തട്ടിയിട്ട് ഏതാണ് നിസ്കരിക്കണമെന്ന് വെച്ചാൽ അവൻ അറിയുന്നതെന്ന് ഉണ്ടാവില്ല, ഒരു നീയത്ത് ഉണ്ടാവില്ല. നാട്ടുകാരൊക്കെ നിസ്കരിക്കുന്നു, അപ്പോൾ അവന് നിസ്കരിക്കണം. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. നീയത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നീയത്തില് ഒന്ന്, നീയത്തില് ആർക്കാണിത് ചെയ്യണത് എന്ന പിന്നെ ഉദ്ദേശം ശരിയാക്കണം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം, വേറെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാവരുത്. രണ്ട്, എന്താണ് ചെയ്യണത് എന്ന കാര്യവും പ്രത്യേകം ഉദ്ദേശിക്കണം. ഫർദ് നിസ്കരിക്കുകയാണെങ്കിൽ ഇത് ദുഹറാണോ അസറാണോ, ഇതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട്, അല്ലാതെ ഒരക്കാലത്ത് നിസ്കാരം ഇത് കഴിഞ്ഞ് റുക്കുവൊക്കെ കഴിയുമ്പോൾ ഇനിയിപ്പോ എത്ര റക്കാത്ത നിസ്കരിക്കാനുള്ള സമയം ദുഹറാണ്, എന്നാൽ പിന്നെ ഇനി ബാക്കി 3 റക്കാത്തുണ്ട്. ഇങ്ങനെയുള്ള ഒരു യാതൊരു അലസമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവന് പ്രതിഫലം കിട്ടൂല. അതേസമയം ദുന്യവിയായ കാര്യങ്ങൾ പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതത്തിലെ കാര്യങ്ങളൊക്കെ അത്ര ശ്രദ്ധിച്ച്, ചെരുപ്പിടുമ്പോൾ പോലും ശ്രദ്ധിച്ച്, വലത്തേക്കാലിൽ ചെരുപ്പിട്ട്, അങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് ഓരോ കാൽവെപ്പുകളും ഗൗരവത്തിൽ മുന്നോട്ട് വെക്കുന്നവർക്ക് ഉള്ള പ്രതിഫലമാണിത്. അല്ലാതെ സംഘടന മെമ്പർഷിപ്പ് എടുത്ത് എല്ലാവർക്കും കിട്ടാൻ പോകുന്നില്ലത്. ഇത് ശരിക്കും ഉദ്ദേശിക്കണം, ഉദ്ദേശം നമുക്ക് കിട്ടും. അതിൽ നിങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ തുല്യരാണ്, പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ഇപ്പോ പിന്നെ സംഘടന പ്രവർത്തിക്കാത്തവന് വേറെ മുബാഹുകളുണ്ട്, അവൻ ജീവിതത്തിൽ ചെയ്യുന്ന അനേക മുബാഹുകളുണ്ട്, ഇതൊക്കെ ഇബാത്താക്കാൻ പറ്റും. സംഘടനാ പ്രവർത്തനം മാത്രമല്ല, എല്ലാ മുബാഹുകളെ പോലെ ഇതും ഇബാത്താക്കാൻ പറ്റും. പക്ഷേ പ്രത്യേക നീയത്ത് ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം വെക്കണം. ഇനി മാത്രമല്ല, ആ നീയത്ത് വെക്കണോട് തന്നെ ഞാൻ അബദ്ധം വന്നു കഴിഞ്ഞാലോ, ഞാൻ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത വന്നു കഴിഞ്ഞാലോ, കോക്കസ് കളിക്കാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വന്നു കഴിഞ്ഞാലോ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിന്റെ ശിക്ഷയാണ് കിട്ടുക, യാതൊരു നിലക്കും പ്രതിഫലം കിട്ടൂല. അപ്പൊ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഇബാദത്താക്കാൻ പറ്റും. പലപ്പോഴും ആളുകൾ പറയാനുള്ളത് സംഘടന എല്ലാ കാര്യവും പ്രവർത്തിക്കുന്ന ദഅവത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്, അതുകൊണ്ടൊക്കെ പ്രതിഫലം കിട്ടുന്നതാണ്. ഒരിക്കലും സഹോദരൻ അങ്ങനെ നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരുടെ പ്രവർത്തനം ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ഒരുത്തനോട് ഇബാദത്ത് പിന്നെ എന്ത് ചോദിച്ചാലും, ഞാൻ ഭക്ഷണം കഴിക്കണം, എന്തിനാ ഭക്ഷണം കഴിക്കണം, ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരുത്തന് പറഞ്ഞൂടെ? പറയാൻ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷേ പ്രത്യേകം നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടൂല.
നിങ്ങൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞു കേട്ടിട്ട് പിന്നെ എല്ലാ പ്രവർത്തനം ചെയ്യുമ്പോൾ സംഘടനയ്ക്ക് ഇനി എന്തിനിറങ്ങിക്കഴിഞ്ഞാൽ നീയത്തോണ്ട് കിട്ടുന്നു വിചാരിക്കേണ്ട, പ്രത്യേക നീയത്ത് വെച്ചിട്ട് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടും. കാരണം കേവലം മുബാഹായ ഒരു കാര്യമാണ്. അപ്പോൾ മുബാഹ് നല്ലൊരു നന്മക്കും വേണ്ടിയിട്ട് ഒരു മുബാഹ് ചെയ്തു കഴിഞ്ഞാൽ ആ നീയത്തിന് കൂടി പ്രതിഫലം കിട്ടും. ആ രൂപത്തിൽ ഇതിനും പ്രതിഫലം കിട്ടും. അപ്പോൾ ഷേഖ് പറയുന്നത് ഇവിടെ പ്രത്യേകം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ, ഇന്നഹു ലാ യഹ്താജു ഇലാ നിയ്യത്തി തഖറബി ഇലല്ലാഹ്, ഏത് ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രത്യേക നിയ്യത്ത് വേണ്ടില്ല. ബൽ യക്ഫി മുജറദ് അൽ ഖസ്ദു ഇലൽ ഫിഅലി ലിയഖ്റുജ അസ്സാഹിൽ, അശ്രദ്ധയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മുജറദുൽ ഖസ്ദ്, എന്ത് ചെയ്യാൻ പോകുന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. ബോധമില്ലാതെ അത്തരം ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല. പക്ഷെ മുബാഹായ കാര്യങ്ങളാണെങ്കിൽ പ്രത്യേക നിയ്യത്ത് വെക്കണം. ഇത് ഞാൻ ഇന്നതിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അത് അള്ളാഹുവിന്റെ ദീനിന് ഇന്ന രൂപത്തിൽ ഉപകാരം ചെയ്യും, അതുകൊണ്ടാണ് റബ്ബേ ഞാൻ ഇത് ചെയ്യുന്നത് എന്ന രൂപത്തിൽ പ്രത്യേകം ഉദ്ദേശം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും പ്രതിഫലം ലഭിക്കും. അതിനെയാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അദ്ദേഹം വളരെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് എല്ലാം ഇബാദത്താണെന്നുള്ള രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ സാമാന്യവൽക്കരിച്ചത് ശരിയല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മാത്രമല്ല, വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഇബാദത്തായി മാറുന്നത് വെറും ഇബാദത്താണെന്ന് വിചാരിച്ചാൽ മാത്രമല്ല, അതേസമയം വേറെ ചില സാഹചര്യങ്ങൾ കൂടി ചില പ്രവർത്തനങ്ങൾ ഇബാദത്താവും. ഉദാഹരണത്തിന് സംഘടനയിലെ സെറ്റപ്പുകൾ, അത് യാതൊരു നിലക്കും മാറ്റം വരുത്തേണ്ടതില്ല. ചില ആൾക്കാർ അതിലൊക്കെ എന്തോ ഒരു പ്രത്യേകത കാണുന്നതാണ്. സ്വാഗതം പറഞ്ഞിട്ടില്ലെങ്കിൽ മീറ്റിംഗ് എന്തോ പൂർണ്ണതയില്ലാത്ത പോലെ. സ്വാഗതം പറയാന്ന് പറഞ്ഞാൽ ചില ആളുകൾ മീറ്റിംഗ് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പല തവണ. ചില ആളുകൾ ചോദിക്കുന്നു സ്വാഗതം പറയുന്നത് എന്തിനാണ് എന്ന്. സ്വാഗതം പറയണം എങ്കിലേ അതിനൊരു ആ മീറ്റിംഗിന്റെ രൂപത്തിലാവുള്ളൂ, ആ മീറ്റിംഗ് അങ്ങനെയാവുള്ളൂ. ഇങ്ങനെ അതൊന്നും അള്ളാന്റെ റസൂൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടോ സ്വാഗതം പറയുന്നവനോ ഉറക്കം തൂങ്ങിയിട്ട് ഓന് പിന്നെ ചിലപ്പോൾ വന്നവന്റെ പേരെന്നെ അറിയുണ്ടാവില്ല. എന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ പേരെന്താ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം പറയും. ഇത്തരം എന്താ പറയാ തകല്ലുഫാത്തുകൾ, ഇത്തരം അനാവശ്യ പണികൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്? ദീനു വേണ്ടിയിട്ടാണ്, സംഘടനക്കും വേണ്ടിയിട്ടല്ല. അപ്പോൾ അനാവശ്യമായ എല്ലാ കച്ചറ കളികളും നമ്മൾ ഒഴിവാക്കുക. രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളെ സംഘടനാ നേതാക്കന്മാരെ സംസാരം കേട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയ കാര്യം 10 മിനിറ്റ് കൊണ്ടേ പറയുള്ളൂ. സംഘടന ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പല ആളുകളുടെയും ചിന്തകളിൽ വളരെയധികം വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്നതായി നമുക്ക് പല കോണുകളിൽ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യമായി നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയും സംഘടനയുടെ ഉന്നത ബോഡി അതിനുവേണ്ടി കൂടിയിരിക്കുകയും ആ വിഷയങ്ങൾ വലിയ ഗൗരവത്തിലുള്ള ചർച്ചകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയ കാര്യം 10 മിനിറ്റ് കൊണ്ടേ പറയുള്ളൂ. അങ്ങനെ സമയം കളയാം. വളരെ ഔദ്യോഗികമായ സംസാരങ്ങൾ. ഒരുത്തനോട് എല്ലാം മൂലം നമുക്ക് ഇങ്ങനെ ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സെക്രട്ടറിനോട് ആദ്യം പറയും, എന്നിട്ട് പ്രസിഡന്റിനോട് ഇതിനെ പറ്റി ചർച്ച ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഒരു റിട്ടേൺ അപേക്ഷ എഴുതി കൊടുക്കും. എന്തിനാണ് ചെങ്ങൈമാരെ നമ്മളിത് ഉണ്ടാക്കിയത്? നമ്മളിത് ഉണ്ടാക്കിയിട്ട് അള്ളാന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മുടക്കണ കോലത്തിലാണ് പല ആൾക്കാരും വർത്താനം. ഒരു കാര്യം നല്ലൊരു കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്റെ തൊട്ട വീട്ടിന്റെ അടുത്തുള്ള മനുഷ്യനായിരിക്കും. അപ്പൊ അയാളോട് ഞാൻ പറയാം നമുക്ക് ക്ലാസ് തുടങ്ങിയാലും അപ്പോൾ നമുക്ക് മണ്ഡലം കമ്മിറ്റിയിൽ ആദ്യം ചർച്ച ചെയ്ത് സെക്രട്ടറി പ്രസിഡന്റൊക്കെ അറിയണം. പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അറിയാൻ നമുക്ക് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാലോ പ്രസിഡന്റിന് പിന്നെ കണ്ടാൽ മുഖത്ത് നോക്കൂല. അപ്പൊ ഇമാതിരി പിന്നെ തകല്ലുഫാത്തുകൾ, ഇമാതിരി അനാവശ്യ പണികളും നമ്മൾ ചെയ്യേണ്ടതില്ല. അത് പിന്നെ ഇനിയിപ്പോ ഒരാളങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ എന്തിനാ ഒരു സെറ്റപ്പ് എന്നുള്ള രൂപത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണ്ണിന് പൊടിയാൻ വേണ്ടി ചെയ്യണം. സത്യം പറഞ്ഞാതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന്റെ പേരിൽ എന്തിന്റെ ബാനറിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്? തീവ്രവാദത്തിനല്ല, ഭീകരവാദത്തിനോ നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളിങ്ങനെ ഒരു സംഘടന, രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമായി ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് എന്ന രൂപത്തിൽ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ പോലീസിന്റെ അടുത്തൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യണ ഒരു കാര്യം മാത്രമാണിത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാരുടെ അടുത്ത് നല്ല പ്രശ്നം ഉണ്ടാവും. പലപ്പോഴും സംഘടനയും ബന്ധപ്പെടാത്ത ചില ആളുകൾ പിന്നെ ചില ആളുകൾക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ചില സമയത്തുണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കട്ടെ. അപ്പോ ഇതിനൊക്കെ വേണ്ടി ചെയ്താണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, ആകെ തക്കല്ലൂഫാക്കി ആകെ ഒരു എന്താ പറയാ പിന്നെ ഒക്കെ ഒരു കൃത്രിമത്വം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യരുത്. അതിനൊന്നും ബറക്കത്തില്ല സഹോദര. ഒരുത്തനിങ്ങനെ കയറി വരിക,
ആദ്യം ഇന്നയാൾ വരണം, സ്വാഗതത്തെ പറയുന്നവന് പ്രസിഡന്റാണ്, ആരാണ് പറയേണ്ടത് എനിക്കറിയില്ല, പ്രസിഡന്റ് പറയേണ്ട സ്വാഗതം ഞാൻ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ പ്രോട്ടോക്കോളിന് വിരുദ്ധമായി എന്നൊക്കെ പറഞ്ഞു. എന്തിനാ ഇതൊക്കെ? അതിന്റെ ഒന്നും യാതൊരുവിധ ആവശ്യമില്ല. പ്രസിഡന്റ് വന്നിട്ടില്ലെങ്കിൽ ഈ സ്വാഗതം ആര് പറയും? അപ്പോൾ അടുത്ത എന്താ ജില്ലാ പ്രസിഡന്റോ അയാളാണ് തോന്നുന്നു പറയുന്നത്, പിന്നെ എന്താ ജോയിന്റ് പ്രസിഡന്റോ അയാൾ പറയണം. അയാൾ അയാളില്ലെങ്കിൽ വേറൊരാൾ, ആരെങ്കിലും ഒരാളോട് കയറി പറയാൻ ഇപ്പൊ പറയണമെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്രയ്ക്കേ ഉള്ളൂ. ഇതില് സംഘടനാ പ്രവർത്തന സെറ്റപ്പിലൊക്കെ കൊണ്ട് ഇങ്ങനെ കേഡർ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പോലെ ജമാഅത്തുകാരെ പോലെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്തിനാണ് ജനങ്ങളെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിർത്താനാണ്. അതിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഈ സന്ദർഭത്തിലില്ല. ഇത് നമ്മൾ ദീനിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ടേ എന്നാ വേണ്ട ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. ഒരാൾക്ക് നിർബന്ധമില്ല ഇതിന്റെ ഒപ്പം കൂടണമെന്ന്. നമ്മൾ ഇവരൊക്കെ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ചിന്തയില്ല. അതുകൊണ്ട് സഹോദരൻ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. പല വിഷയങ്ങളും തുടക്കത്തിൽ പറയണം, ഓരോ വിഷയങ്ങളും ഓരോ പ്രത്യേക കാര്യങ്ങളും ചർച്ച ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി, പിന്നെ നമ്മുടെ സമയം വല്ലാതെ ഒരു മറുപടി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അതിനുവേണ്ടി കുറേ ഇരിക്കണം. ഈ പരിപാടി തന്നെ കുറേ എന്താ പറയുക സംഘടനാ പ്രവർത്തന വിഭാഗത്താണോ അല്ലേ എന്നുള്ള വിഷയം കുറച്ച് മുന്നേ പറയാൻ വിചാരിച്ചാണ്. പക്ഷെ ഒരു വ്യക്തമായ ഒരു ചിത്രം എനിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഞാൻ ഇരുന്നത്. മറുപടി പറയാനിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നന്നായി അന്വേഷിക്കണം, പഠിക്കണം, പെട്ടെന്ന് ചാടിക്കയറി പറയാൻ പറ്റുള്ളൂ. അള്ളാന്റെ ദീനാണ്, സ്വാഭാവികമായി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് പേടിയുള്ളത് കൊണ്ടാണ് പലപ്പോഴും സംസാരം വൈകുന്നത്. മാത്രമല്ല പിന്നെ നമ്മുടെ പഠിപ്പിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ തീരുന്നുമില്ല. കോളേജിലുള്ള പണി വേറെ ചെയ്യാണ്ടാവും, അതിൻ്റെ ഒപ്പം വേറെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പഠിപ്പൊന്നും മര്യാദയ്ക്ക് നടന്നു പോകണം. അപ്പം ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ മറുപടി ഈ വിഷയത്തിൽ ഇനി പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞ വിഷയങ്ങൾ തന്നെ കുറേ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്പോൾ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിലേക്ക് നമ്മെ എല്ലാവരെയും എത്തിക്കട്ടെ. നമ്മളെല്ലാവരും സത്യം എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുക. സഹോദരങ്ങളെ, ഇത് പരലോകത്തിന്റെ കാര്യമാണ്, ഇത് അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടേണ്ട വിഷയമാണ് എന്ന ചിന്ത നമുക്കുണ്ടായി. നമ്മളെ വാശി പിടികൂടാതിരിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാനിപ്പോ 2 ദിവസം മുന്നേ ഒരു മനുഷ്യനായിട്ട് തർക്കിച്ചിരുന്നു. കാലങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞത് തർക്കിക്കാൻ ഞാൻ ഒന്ന് തീരുമാനിച്ചത്. അപ്പൊ തർക്കിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ തന്നെ പിന്മാറി. ഞാൻ എന്നെ ഇതിന് ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തർക്കവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഞാൻ ഒരു സംഭവം കണ്ടു. അപ്പൊ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ മോനോട് പറയാണ്, മോനെ നീ ഒരിക്കലും വാദപ്രതിവാദത്തിന് ഇറങ്ങാൻ പാടില്ല, നീ ഒരാളിട്ട് തർക്കിക്കരുത്. അപ്പൊ മോന് പറഞ്ഞു, വാപ്പ നിങ്ങൾ തർക്കത്തിന്റെ നേതാവാണല്ലോ. എന്ന് വെച്ചാൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം മുനാദറയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു, ശക്തമായ ബുദ്ധിപാഠവുമുള്ള വ്യക്തിയായിരുന്നു. മുനാദറയിൽ ഒരാളെ തോൽപ്പിക്കാൻ, വാദപ്രതിവാദത്തിൽ ഒരാളെ തോൽപ്പിക്കാൻ അബു ഹനീഫ് കഴിഞ്ഞിട്ട് അന്ന് വേറെ ആളുണ്ട്. വാപ്പ നിങ്ങൾ നല്ല പവറുള്ള ആളാണല്ലോ ഈ വിഷയത്തിൽ, പിന്നെ എന്തിനാ എന്നെ നിങ്ങൾ തടയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബു ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മോനെ ഞങ്ങളൊക്കെ വാദപ്രതിവാദം നടത്തുമ്പോൾ, ചർച്ച നടത്തുമ്പോൾ ഞങ്ങളുടെ എതിരാളിയോട് തർക്കം നടത്തുമ്പോൾ തലയിൽ ഒരു കിളി ഇരിക്കുമ്പോൾ അത് പറന്നു പോകാതിരിക്കാൻ എത്ര ശ്രദ്ധിക്കുമോ അത്രമാത്രം എൻ്റെ എതിരാളി അബദ്ധം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന്. ആലോചിച്ച് നോക്കി, എതിരാളി അബദ്ധം പറയാതിരിക്കാൻ വേണ്ടി അവർ കാണിച്ചിരുന്ന ശ്രദ്ധ എനിക്ക് ഇന്ന് നമ്മുടെയൊക്കെ പലപ്പോഴും മനസ്സുകൾ അള്ളാഹു നമുക്കൊക്കെ പുറത്തു വരട്ടെ. നമ്മുടെ എതിരാളി ഒരു അബദ്ധം പറഞ്ഞിട്ട് കിട്ടാൻ കാത്തുക്കുക. അവനൊരു വലാലത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്നാലേ നമുക്ക് മൈലേജ് കിട്ടുള്ളൂ. പിന്നെ അതിന്റെ പേരിൽ ഒരു 2 മാസം നമുക്ക് എന്ത് ചെയ്യണം, ആഘോഷിക്കണം. സഹോദരന്മാരെ, എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, എന്നോടും കൂടി പറയാം. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സഹോദരന്മാരെ, നമ്മുടെ ഇഖ്ലാസ് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പലപ്പോഴും അത് എന്താ പറയുക, ചിലതൊക്കെ ഇഖ്ലാസാണെന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് സഹോദര, വാശിക്കും വേണ്ടി ചെയ്യാതിരിക്കതൊക്കെ, ഇതൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടാവട്ടെ. നമ്മൾ പരസ്പരം എന്താ പറയുക, ചില സഹോദരങ്ങൾ എന്നോട് വലിയ വിഷമം പറയാണ്. ഞാൻ ഖുതുബ പറഞ്ഞിരുന്ന നാടുകളിലൊക്കെ ഉള്ള ചില സഹോദരങ്ങൾ സുഹൃത്തുക്കൾ കണ്ടപ്പോൾ പറയാണ്, സുന്നികളോട് കാണിക്കുന്നതിനേക്കാൾ വലിയ ദേഷ്യമാണ് ഇപ്പം ഞങ്ങളോടൊക്കെ കാണിക്കുന്നതാണ്. സംഘടന തകർത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേതാക്കന്മാർ ചില ചീത്ത പറഞ്ഞു എന്നുള്ളതൊക്കെയാണ്.
എന്താണെങ്കിലും സുഹൃത്തെ, തൗഹീദ് എന്ന അസ്ലുണ്ടല്ലോ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾക്ക് ഉത്തമ ബോധ്യം. എന്തിനാണ് ഈ വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ കാണിക്കുന്നത്? നമ്മൾ നാളെ പരലോകത്തേക്ക് നമ്മളൊക്കെ ഒരുമിച്ച് പോകേണ്ടതല്ലേ? സഹാബികളുടെ ചരിത്രങ്ങൾക്ക് അറിയില്ലേ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിനോട് പോലും വെറുപ്പില്ലാതെയാണ് അവർ കിടന്നിരുന്നത്. ഇന്ന് നമ്മുടെ മനസ്സിൽ എത്ര മുസ്ലിങ്ങളോട് വെറുപ്പ് കാണിച്ചിട്ടാണ് നമ്മളൊക്കെ ഉറങ്ങാൻ പോകുന്നത്. എണ്ണമില്ലാത്ത മുസ്ലിങ്ങളോട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വെറുപ്പുണ്ട്. അപ്പൊ സഹോദര, ഇതൊക്കെ ശരി, വിദാത്തിന്റെ പേരിൽ ഒരു വിദാറ്റുകാരനോട് വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിന്ന് അതല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കണം. നമ്മളൊരു ഉറക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ബോധത്തിലൊന്നും കൂടി എഴുന്നേൽക്കണം. നമുക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. പിശാച് നമ്മൾ വളരെ വഴിദൂരം അകലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എന്നോടും നിങ്ങളോടും പറയാം, ഞാനിതൊന്നും മാറി നിൽക്കുകയല്ല. അതുകൊണ്ട് പ്രത്യേകം ഈ വിഷയങ്ങൾ ചിന്തിക്കാനും നാളെ പരലോകത്ത് നിങ്ങൾ ശരിക്കും നിങ്ങളെ മനസ്സിലാ ചിത്രം കൊണ്ടുവരിക. റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം ഒറ്റക്കൊറ്റക്ക്, എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും എന്നെ കാണാനില്ല, എന്നെ സഹായിക്കാനില്ല. എനിക്ക് ഏതെങ്കിലും രൂപത്തിലൊരു ചെറിയ ന്യായം കണ്ടെത്തി തരാൻ ഒരാളുമില്ല. മൈക്കയില്ല, സ്റ്റേജില്ല, പിന്നിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ജനങ്ങളില്ല. ഞാൻ ഒറ്റക്കാണ്. എന്റെ റബ്ബും ഞാനും മാത്രമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ ഓർക്കണം. ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്താണ്. റബ്ബിന്റെ അടുക്കൽ നമ്മൾ നിൽക്കാണ്ട് റഹ്മാനും റഹീമുമായ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം വഅന്ന അദാബി, എന്റെ അടിമകളെ അറിയിച്ചു കൊള്ളുക, ഞാൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ് എന്ന് അവരെ അറിയിച്ചു കൊള്ളുക, ഞാൻ അവരുടെ തിന്മകൾ പൊറുക്കുന്നവനെന്ന് അറിയിച്ചു. അത് പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ വളരെ കഠിനമാണ് എന്ന് അവരോട് അറിയിച്ചു കൊള്ളുക. അതുകൊണ്ട് സഹോദര, രക്ഷപ്പെടേണ്ട സന്ദർഭമാണിത്. ബിദ്അത്തുകൾ വളരെയധികം വളർന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് സത്യത്തിന്റെ 100% സത്യത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നതെന്നാണ് പല ആളുകളുടെ സംസാരം കേട്ടാൽ തോന്നുന്നത്. സുഹൃത്തെ, ഇഖ്ലാസോട് കൂടി ചിന്തിക്കും. എന്ത് പറഞ്ഞാലും ആളുകൾ വിചാരിക്കുന്നത് എന്നെ പോലെ തന്നെയാണ് വേറുള്ളതെന്നാണ്. ആളെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. സഹോദര, നമ്മളൊരിക്കലും നമുക്ക് വേറൊരു ആഗ്രഹം ഇതിന്റെ പിന്നിലില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അതിനു വേണ്ടി ഒരുമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുകയും നമ്മെ അവരുടെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.